Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ CA ഇന്ററിന് വേണ്ടിയുള്ള ഒരു മിനി മാരത്തോൺ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും കടന്നു പോവുകയാണ്. ഇനി വരുന്ന 5 to 6 days നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് മെയിൻലി എന്താണ് ഈ ജനുവരിയിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനും അതേപോലെ ഇനി നെക്സ്റ്റ് ടൈം വരുന്ന സ്റ്റുഡൻസിനും എന്താണ് ഈ വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് ജനുവരി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്താണ് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. എല്ലാം നമുക്ക് എന്താണ് ഒരു മിനി മാരത്തോൺ എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റേഴ്സും രണ്ടാമത്തെ ചാപ്റ്ററും അതേപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററുമാണ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്യോർലി നമ്മൾ മെറ്റീരിയൽ എന്താണോ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ A to Z എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകില്ല. നമുക്കറിയാം മിനി മാരത്തോൻ്റെ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്. മെജോറിറ്റി സ്റ്റുഡൻസ് ഈ ചാപ്റ്റർ അവോയ്ഡ് ചെയ്യാറുണ്ട്, പക്ഷെ അവോയ്ഡ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ CA ഫൗണ്ടേഷൻ ആണ് വരുന്നതെങ്കിൽ CA ഫൗണ്ടേഷൻ വന്നതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാകും. പിന്നെ ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സെഷൻ കാണുന്ന ആദ്യമായിട്ട് ഇന്റർ എക്സാമിനേഷൻ പോകുന്നവരും അതേപോലെ പല പ്രാവശ്യമായിട്ട് എക്സാമിനേഷൻ എഴുതിയിട്ട് ലോ കാരണം കിട്ടാത്തവർക്കും എല്ലാം എന്താണ് ഒരേപോലെ ഉപകാരപ്രദമാകുന്ന ഒരു മാരത്തോൺ തന്നെയായിരിക്കും നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്റർ 1 ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ എല്ലാം പറയുന്നില്ല. ആദ്യമേ കുറച്ച് കാരണം ഓർത്ത് വെക്കുക. എത്ര സെക്ഷൻസ് ഉണ്ട് കാരണം ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് സെക്ഷൻസ് ഓർത്ത് വെക്കണമെന്ന് പറയാൻ കാരണം നിങ്ങൾ ഏതെങ്കിലും സെക്ഷൻസ് കോട്ട് ചെയ്യുമ്പോൾ 470ാമത്തെ സെക്ഷൻ്റെ മുകളിലേക്ക് ഒന്നും എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി മാത്രമാണ്. ഓക്കെ, വേറെ ഉപകാരം അതിനൊന്നും ഉണ്ടാകത്തില്ല. നെക്സ്റ്റ് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ 2 മാർക്കിൻ്റെ MCQനൊക്കെയാണ് നമുക്ക് സാധാരണ വരിക. അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഷുറൻസും ബാങ്കിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ എന്താണ് സ്പെഷ്യൽ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തതിന് അപ്ലിക്കബിൾ ആകും. അവിടെ വളരെ കൃത്യമായിട്ടൊരു വാക്ക് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യണം. എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് സൈഡ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ്. ഇതെല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻകൺസിസ്റ്റൻസിക്ക് മാത്രമേ ഈ ഒരു പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. 2 ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് 2 കൂടെ പോകും. ഇൻകൺസിസ്റ്റൻസി വരുമ്പോൾ മാത്രമേ സ്പെഷ്യൽ ആക്ട് പ്രിവെയിൽ ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ക്ലിയർ ആയി. അപ്പോൾ ഈ വാക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ദ സൈഡ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ്. ഈ ഒരു കോൺസെപ്റ്റ് ആയതിനു ശേഷം നമ്മളിത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡെഫിനേഷൻ ഇതൊക്കെ ജസ്റ്റ് ഓവർവ്യൂ മാത്രമാണ് 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ആർട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ 2 കാര്യമാണ്. ഒന്നെന്താണ് ഒറിജിനൽ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രം ടൈം ടു ടൈം ആണെങ്കിലും 2 ആർട്ടിക്കൽസ് തന്നെയാണ്. 2ന്റെ വാലിഡിറ്റി സെയിം ആയിരിക്കും. അത് 1956 അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിലും 2013 അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിലും വാലിഡിറ്റിക്ക് ഒരു രീതിയിലുള്ള വ്യത്യാസവും ഉണ്ടാകില്ല. ഓക്കെ, അതിനുശേഷം പഠിക്കുന്നു അസോസിയേറ്റ് കമ്പനി ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ടൈപ്പ് ATQ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. DTQ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ചാൻസസ് കൂടുതൽ എന്താണ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ, അതായത് പ്രൊവിഷൻ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സിഡിയറി പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ്. സബ്സിഡിയറിയുടെ ചെറിയൊരു മിനി വേർഷനാണ് അസോസിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്. 2 രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% ഉണ്ടോ ഇല്ലയോ, ഇതൊരു MCQ. നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. MCQന് ഒരു ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ നമുക്ക് 5 മാർക്കിന് എന്താണ് ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും വരാം. ഇത് A എന്ന് പറയുന്നത് ഒരു എന്താണ് അസോസിയേറ്റ് കമ്പനി ആണോ? ആൻഡ് ഈ ഒരു സംഭവത്തിന് ഓർത്ത് വെക്കുക. കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി പ്ലസ് ഗവൺമെന്റ് കമ്പനി, അങ്ങനെ റിലേറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാം. കാരണം 3ന്റെ എന്താണ് ഒരു കൺട്രോളിങ്ങിന്റെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് നോക്കുക. വിച്ച് ഈസ് നോട്ട് എ സബ്സിഡറി, ഒരിക്കലും സബ്സിഡറി അല്ല. അതുകൊണ്ട് തന്നെയാണ് അറ്റ്ലീസ്റ്റ് 20% ലെസർ ദാൻ 50% വരെ മാത്രമേ പറ്റത്തുള്ളൂ. മോർ ദാൻ 50 ആണെങ്കിൽ ഒരിക്കലും അസോസിയേറ്റ് അല്ല. ഓർത്ത് വെക്കുക. ഇനി കോൺസെപ്റ്റ് വരുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ബോക്സ് ഒക്കെ നൽകി നമ്മൾ പഠിക്കാനൊന്നുമില്ല, പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ചെറുതായിട്ട് ഫുട് നോട്ട് എഴുതിയത് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഫൗണ്ടേഷൻ എഴുതിയവർക്കറിയാം ഏത് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഓർത്ത് വെക്കുക. നമ്മൾ ഈ മാരത്തോൺ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരുന്നേ പറ്റൂ, ബാക്കിയെല്ലാം അറിഞ്ഞേ പറ്റൂ.
ആ രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ഫിഡ്യൂഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്? ട്രസ്റ്റ്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ ഓണർഷിപ്പ് കൺട്രോളിന് വേണ്ടിയല്ല, ഒരാൾ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ്? ഇപ്പോൾ ട്രസ്റ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നു. വിശ്വസ്തനായിട്ട് ഒരു വിശ്വസ്ത ദാസനെ പോലെ ഒരു കമ്പനിയിൽ നിങ്ങൾ ഷെയർ ഹോൾഡ് ചെയ്താൽ ദാറ്റ് ഈസ് നോട്ട് കൺട്രോൾ, ബിക്കോസ് യു ആർ ഹോൾഡിംഗ് ഫോർ സം അതർ പേഴ്സൺ. ഇപ്പോൾ എനിക്കൊരു എ എന്നൊരു കമ്പനിയിൽ ഷെയർസ് ഉണ്ട്, ഞാനതിൽ ബി കമ്പനി ഏൽപ്പിച്ചിട്ട് വരെയാണ്, നീ ഹോൾഡ് ചെയ്തോ. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. അപ്പോൾ ഈ ഹോൾഡ് ചെയ്യുന്ന ബി എന്നൊരു കമ്പനി എന്താണ്? ഒരിക്കലും എന്താണ്? സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഒരിക്കലും ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോളോവിങ് മൈ വേർഡ്സ്. ദാറ്റ് ഈസ് കോൾഡ് ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിൽ വന്നാൽ ഒരിക്കലും എന്താണ് ഇവിടെ ഒരിക്കലും ദേ ആർ ജസ്റ്റ് ടേക്കിംഗ് കെയർ ഓഫ് ദ മണി. ജസ്റ്റ് പൈസേനെ എന്താണ് അവർ കാത്തു സൂക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ എന്താണ് അവരവിടെ ചെയ്യുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിൽ ഹോൾഡ് ചെയ്താൽ അസോസിയേറ്റ് കമ്പനി റിലേഷൻഷിപ്പ് വരില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? ഒരു രീതിയിൽ 20% ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അതിന് ആൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ വരാം? ഒരു പക്ഷേ അത് ഫിഡ്യൂഷ്യറി ആണെങ്കിൽ എങ്ങനെ വരും? സോ യു ഹാവ് ടു റൈറ്റ്. If you are writing the circular date, it is good. അറിയത്തില്ലെങ്കിൽ വിട്ടേരെ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ജസ്റ്റ് റീഡ് മോഡ് മാത്രമാണ്. ബാക്കിത്തെ ഓത്തോറൈസ്ഡ് കാര്യങ്ങൾ, ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംബന്ധമൊക്കെ LLBയിൽ പഠിച്ചിട്ടുണ്ട്. സോ ബുക്ക് ആൻഡ് പേപ്പർ, ബുക്സ് ഓഫ് അക്കൗണ്ട്, ഇത് ജസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ മണി റിസീവ്ഡ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്, അതേപോലെ തന്നെ സെയിൽസ് ആൻഡ് പർച്ചേസസ്, അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, കോസ്റ്റിംഗും എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് വരും, ബുക്സ് ആൻഡ് പേപ്പർ അല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. നെക്സ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. കൺട്രോൾ ഡിബെഞ്ചേഴ്സ് ഒക്കെ നാളത്തെ ചാപ്റ്ററിലുണ്ട്, അതുകൊണ്ട് ഇതൊന്നും പഠിക്കാൻ പോകണ്ട. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഒക്കെ വിട്ടാരെ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വരും? ബാലൻസ് ഷീറ്റ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും, പിന്നെ ചേഞ്ചസ് ഇൻ ഈക്വിറ്റി വരും, എക്സ്പ്ലനേറ്ററി നോട്ട്, ഈ 1 തൊട്ട് 4 വരെയുള്ളതിന്. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ ഈ രീതിയിൽ വരും, ഡിഫൈൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇൻഡയറക്റ്റ് വരികയാണെങ്കിൽ ഇതിൻ്റെ ബേസിൽ വരും. കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ആണ്. ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം പറയുന്നൊരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചില കമ്പനിക്ക് എക്സംഷൻ ഉണ്ട്. അതാണ് ഇവിടെ കോൺസെപ്റ്റ് പറയുന്നത്. ആ എക്സംഷൻസ് താഴെ നോക്കാം. ഇവിടെ കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ്, താഴെ നോക്കുക. ഏതൊക്കെ കമ്പനീസിനാണ് വേണ്ടാത്തത് നോക്കുക. 1% കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട. നെക്സ്റ്റ് എന്താണ്? സ്മോൾ കമ്പനിയും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെ കമ്പനീസ് അപ്ലിക്കബിൾ അല്ല? വളരെ കൃത്യമാണ്. 1% കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, സ്മോൾ കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, ഡോർമെന്റ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, ഇനി പ്രൈവറ്റ് കമ്പനിക്കും അപ്ലിക്കബിൾ അല്ല ഇഫ് സച്ച് പ്രൈവറ്റ് കമ്പനീസ് ആർ സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എക്സംഷൻ നമ്മൾ കൊടുക്കില്ല. ഏതൊക്കെയാണ്? 1% കമ്പനിക്ക് പ്യോർലി വേണ്ട, സ്മോൾ കമ്പനി ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ട, ഡോർമെന്റ് കമ്പനി വേണ്ട. ഇനി സ്മോൾ കമ്പനി ഡെഫിനേഷൻ മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ആൾട്ടർനേറ്റ് ക്വസ്റ്റൻ ആയിട്ടും വരാം. അപ്പോൾ ഇവിടെ ഡോർമെന്റ് കമ്പനി നമുക്കറിയാം, ഇനാക്റ്റീവ് കമ്പനീസ്. സ്റ്റാർട്ടപ്പ് ആണെങ്കിലും വരില്ല. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്പ് എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഡെഫിനേഷൻ മാത്രമാണ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ 2013 ഉണ്ടല്ലോ, 1956 ഉണ്ടല്ലോ, DPI എന്താണ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിനെ മാത്രം സ്റ്റാർട്ടപ്പ് എന്ന് പറയും. ആ സിമ്പിൾ കോൺസെപ്റ്റ്, അതിനെപ്പറ്റി ക്വസ്റ്റൻ ഒന്നും ചോദിക്കില്ല. ഈ 4 കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഇത് രണ്ടാമത്തത്. ഇനി എക്സെപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കമ്പനീസ് ഈ എക്സെപ്ഷൻസോ മോഡിഫിക്കേഷൻസോ കാരണം പ്രൈവറ്റ് കമ്പനീസ് അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ 1% കമ്പനി, ഡോർമെന്റ് കമ്പനി, സ്റ്റാർട്ടപ്പ് എല്ലാം കൂടെ വരും. ഡോർമെന്റ് പറയാൻ കാരണം ഡോർമെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയലിനെ കുറിച്ചൊന്നും പറയാത്തത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും 137 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയലിങ്ങും ആനുവൽ റിട്ടേൺ ഫയലിങ്ങിലും രജിസ്ട്രാറിന് ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഡിഫോൾട്ട് ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഡിഫോൾട്ട്, അതായത് നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ എക്സംഷൻസ് നിങ്ങൾ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്, ആർക്കൊക്കെ അപ്ലിക്കബിൾ അല്ല, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് എക്സെപ്ഷൻ കിട്ടും. നെക്സ്റ്റ്, ഫൈനാൻഷ്യൽ ഇയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. 2 രീതിയിൽ വരും. ഒന്ന് അപ്ലിക്കേഷൻ, ഇത് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് മെജോറിറ്റി നമുക്ക് വരിക. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ് വരിക. ഇവിടെ ഒരു MCQ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് MCQന് ചെറിയൊരു കാൽക്കുലേഷൻ നമ്മൾ ചോദിക്കും, ഫൈനാൻഷ്യൽ ഇയർ എത്രയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഫൈനാൻഷ്യൽ ഇയർ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. December 31 വരെയുള്ളത് എന്താണ്? സെയിം ആയിരിക്കും.
ജനുവരി ടു മാർച്ച് ഉള്ളത് എന്താണ് എപ്പോഴും നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലാണ് നമുക്കത് വരിക. അത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഇനി ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, അതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ, ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ, ഇവിടെ നോക്കി വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഫോറിൻ സബ്സിഡിയറി ഹോൾഡിംഗ് അസോസിയേറ്റ് ഉണ്ടെങ്കിൽ, അതാണ് പ്രൊവൈഡഡ് വേറെ കമ്പനി ബോഡി കോർപ്പറേറ്റ് വിച്ച് ഈസ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി അസോസിയേറ്റ് കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. നോക്കിക്കേ, അതൊരിക്കലും തന്റെ ഹോൾഡിംഗ് ഔട്ട്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമല്ല, വിച്ച് ഈസ് എ ഹോൾഡിംഗ് സബ്സിഡിയറി അസോസിയേറ്റ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. വിദേശ കമ്പനിയുടെ ഒരു ഹോൾഡിംഗോ സബ്സിഡിയറി അസോസിയേറ്റ് ആണോ ഇന്ത്യൻ കമ്പനി എങ്കിൽ ആ ഇന്ത്യൻ കമ്പനിക്ക് എന്താണ്? ഒരു ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യാം. ആരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ. ഇനി ഇതിനൊരു കോൺസെപ്റ്റ് പറയുന്നത്, പണ്ട് ഇതെങ്ങനെയായിരുന്നു? ഈ സെൻട്രൽ ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് ഇതങ്ങനെ ക്വസ്റ്റ്യനിൽ വരില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞു വെക്കുക. 2019 ഓർഡിനൻസിലാണ് ട്രൈബ്യൂണലിലായിരുന്നു ഈ ഒരു പവർ ഉണ്ടായിരുന്നത്. അതായത് ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഇയർ, അതായത് ഏപ്രിൽ 1 ടു മാർച്ച് 31 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയർ മാറ്റിയിട്ട് ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഇയർ കൊടുക്കാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ട്രൈബ്യൂണലിന്റെ കയ്യിലായിരുന്നു. 2019 എന്താണ്? ആ പവർ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തു. അതിനേക്കാൾ മുമ്പുണ്ടായിരുന്ന കേസസ്, ഇപ്പൊ 2017 സബ്മിറ്റ് ചെയ്ത ഒരു കേസ് ആണെങ്കിൽ 2019 വന്നതിന് ശേഷം വിധിയൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ആകും. അതൊരിക്കലും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകില്ല. അത് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാം, പക്ഷെ അതിന്റെ മാറ്റർ ഒന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ആ ട്രൈബ്യൂണലിലുള്ള കേസ് അതേപോലെ പരിഗണിക്കും. പുതിയ ആപ്ലിക്കേഷൻ 2019 ശേഷം വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസ് എവിടെയാണ് പരിഗണിക്കുക? ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റിലായിരിക്കും ഡയറക്റ്റ്. അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് 3 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്. ഇനി ഇവിടെ ഫ്രീ റിസോഴ്സ് ആണ്. ഫ്രീ റിസോഴ്സ് എന്ന് എന്താണെന്ന് ഓർത്ത് വെക്കുക. ഫ്രീ റിസോഴ്സ് എന്ന് എന്താണ്? ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി, റൈറ്റ്? ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. പക്ഷേ ഏതൊക്കെ വരില്ല എന്നൊരു സംഭവമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ്? അൺറിയലൈസ്ഡ് ഗെയിൻസ്, നോഷണൽ അല്ലെങ്കിൽ റീവാലുവേഷൻ ഓഫ് അസെറ്റ്, നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്ന സംഭവം, ക്യാരിങ് എമൗണ്ട്, ഇതൊന്നും എന്താണ് വരില്ല. ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ഫ്രീ റിസോഴ്സ്. അപ്പോൾ ഇത് പഠിക്കാതെ നിങ്ങൾ ഇത് മാത്രം എഴുതി വെക്കരുത്. നിങ്ങൾക്ക് അക്കൗണ്ട്സ് നല്ലപോലെ അറിയാവുന്ന ഒരു സംഭവമാണ്. ഗവൺമെന്റ് കമ്പനീസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഗവൺമെന്റ് കമ്പനി, കാരണം ഗവൺമെന്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി ആൻഡ് ഗവൺമെന്റ് കമ്പനി ഉറപ്പായിട്ടും റിലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇത് പറയുന്നതാണ് കോൺസെപ്റ്റ്. ഗവൺമെന്റ് കമ്പനി വരുമ്പോൾ 51% ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് എ എന്നൊരു ഗവൺമെന്റ്, ഇപ്പം നമ്മൾ എ എന്നൊരു വേണ്ട സംഭവം വേണ്ട, നമുക്കിപ്പോൾ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് എക്സ് എന്നൊരു കമ്പനിയിൽ എന്താണ് 50% ഹോൾഡ് ചെയ്യുന്നു. എക്സ് വൈയിൽ 60% ഹോൾഡ് ചെയ്യുന്നു. ഇവിടെ ചോദ്യം ഇതാണ്, വൈ എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനിയാണോ? അല്ല, കാരണം എക്സ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് കമ്പനി അല്ലെങ്കിൽ വൈ എന്നൊരു ഗവൺമെന്റ് കമ്പനി അല്ല. പക്ഷേ എക്സ് ഗവൺമെന്റ് കമ്പനി ആണെങ്കിലോ വൈയും ഗവൺമെന്റ് കമ്പനിയാണ്. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ എഴുതുമ്പോൾ ഡെഫിനേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഒന്ന്, നോട്ട് ലെസ് ദാൻ 51% ആണ്. പിന്നെ അത് ആര്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഗവർമെന്റ്സ് ഓർ പാർട്ട്ലി ബൈ സെൻട്രൽ, പാർട്ട്ലി ബൈ വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ആൻഡ് ഇതും കൂടെ എഴുതാതെ ഡെഫിനേഷൻസ് കംപ്ലീറ്റ് ആകില്ല. അത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ RBI ഹോൾഡ് ചെയ്താലോ ഒരിക്കലും നമ്മൾ പരിഗണിക്കില്ല. SBI ഹോൾഡ് ചെയ്താലോ പരിഗണിക്കില്ല. ആര് ഹോൾഡ് ചെയ്യണം? ഷുഡ് ബി ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡന്റ് ഓർ ഇൻ ദ നെയിം ഓഫ് ദ ഗവർണർ. ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പോൾ ഗവൺമെന്റ് കമ്പനി വളരെ കൃത്യമായിട്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പവർ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വോട്ടിംഗ് പവർ നമ്മൾ യൂസ് ചെയ്യും. ഇത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിളോ നിങ്ങൾ ഒരിക്കലും വിടരുത് കേട്ടോ. എക്സാമ്പിളൊക്കെ വളരെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഒരു എക്സാമ്പിൾസ് ഒക്കെ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഹോൾഡിംഗ് കമ്പനി ശരിക്കും നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് എഴുതാൻ വരുന്ന സബ്സിഡിയറി കമ്പനിയാണ്. പിന്നെ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ MCQന് സാധാരണ ചോദിക്കും. KMPയിൽ ആരൊക്കെ വരും? ഒന്നെങ്കിൽ CEO, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ, ഏതൊരു പൊസിഷൻ, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, നിങ്ങൾ വരും, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, സച്ച് അതർ ഓഫീസേഴ്സ്. ഇതൊക്കെ എഴുതുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. എങ്ങനെയാണ്? വൺ ലെവൽ ബിലോ ദ ഡയറക്ടേഴ്സ് വോയിസ് ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്. അതായത് ഹോൾ ടൈം ഡയറക്ടറിനേക്കാളും ഒരു ലെവൽ താഴെ, മാക്സിമം അത്ര, അതിനേക്കാളും താഴെ പോകാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർക്ക് സച്ച് അതർ ഓഫീസ് ഇവിടെ ഇല്ല. ലിസ്റ്റഡ് കമ്പനി, ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്ലിക്കേഷനും അതേപോലെ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്താൽ, ഇതാണ് ശരിക്കുള്ള മീനിങ്. സെക്യൂരിറ്റീസ് എന്ത് ലിസ്റ്റ് ചെയ്താലും, സെക്യൂരിറ്റീസ് എന്താണ്? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചർ, ബോണ്ട്, ഡെറിവേറ്റീവ്സ് എന്ത് ലിസ്റ്റ് ചെയ്താലും എന്താണ്?
ലിസ്റ്റഡ് കമ്പനിയാണ്. പക്ഷേ ഈ താഴെ പറയുന്നത് ലിസ്റ്റ് ചെയ്താൽ, ഇത് ഫൗണ്ടേഷനിൽ ചെറിയൊരു വേർഡിങ്സ് നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സ്പ്ലനേഷൻ ഇല്ലായിരുന്നു. ചില ക്ലാസസ് ഓഫ് കമ്പനീസ് എന്താണ് ലിസ്റ്റഡ് അല്ല. എന്തൊക്കെ കേട്ടോ? ദ ഫോളോവിങ് കമ്പനി ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ഇവിടെ താഴെ വരാത്തതെല്ലാം എന്താണ്? ലിസ്റ്റഡ് ആണ്. ഒന്ന് എന്താണ്? പബ്ലിക് കമ്പനീസ് ഹാവ് നോട്ട് ലിസ്റ്റഡ് ദെയർ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ലിസ്റ്റ് ചെയ്തവർ? നോൺ കൺവേർട്ടിബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ്. വാട്ട് ഇസ് മീനിങ് നോൺ കൺവേർട്ടിബിൾ? ഒരിക്കലും ഇക്വിറ്റി ഷെയർസിൽ കൺവേർട്ട് ചെയ്യില്ല, റിഡീമേബിൾ ആണ്. ഏത് ബേസിസിലാണ് ഇഷ്യൂ ചെയ്തേ? പ്രൈവറ്റ് പ്ലേസ്മെന്റ്. കാരണം പബ്ലിക് ലിസ്റ്റ് ചെയ്താൽ പബ്ലിക് ഇഷ്യൂ ചെയ്ത് ഉറപ്പായിട്ട് ലിസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് നോൺ കൺവേർട്ടിബിൾ റിഡീമേബിൾ പ്രിഫറൻസ് ഷെയർസ്. കാരണം റിഡീമേബിൾ പറ്റത്തില്ല. റിഡീമേബിൾ ആണെങ്കിൽ എന്താണ്? ഇറ്റ്സ് നോട്ട് കൺവേർട്ടിബിൾ ഇൻടു ഇക്വിറ്റി ഷെയർസ് ആണ്. അതും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ ഇഷ്യൂ ചെയ്താൽ ഇതൊക്കെ ലിസ്റ്റ് ചെയ്യാം. വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലിസ്റ്റിംഗ്? ക്രിയേറ്റിംഗ് ദ ലിക്വിഡിറ്റി. ഓക്കെ. നെക്സ്റ്റ് ഇനി രണ്ട് ഇഷ്യൂ ചെയ്താലോ? ഒരിക്കലും ലിസ്റ്റഡ് അല്ല. ഇനി പ്രൈവറ്റ് കമ്പനിയിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് കമ്പനീസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ ഇഷ്യൂ ചെയ്ത്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ പുതിയൊരാൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് ഒരിക്കലും പബ്ലിക് എന്താണ് ആക്സസ് ചെയ്യാം. ആ ഒരു രീതിയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എന്നാലും അത്ര ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല ഈ പറഞ്ഞ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. പ്രൈവറ്റ് കമ്പനീസ് വിച്ച് ഹാവ് ലിസ്റ്റഡ് ദെയർ നോൺ കൺവേർട്ടിബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ്. ഏതൊക്കെ ഡെറ്റ് സെക്യൂരിറ്റീസ്? ബോണ്ട്, ഡിബെഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഡെറ്റ് സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് പബ്ലിക് കമ്പനീസ് വിച്ച് ഹാവ് നോട്ട് ലിസ്റ്റഡ് ദെയർ ഇക്വിറ്റി ഷെയർ ഇൻ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച് ബട്ട് ദേ ഹാവ് ലിസ്റ്റഡ് ഓൺ സം എക്സ്ചേഞ്ചസ്. ഇറ്റ് മീൻസ് നമ്മൾ ADR JDR എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസ് എന്നൊരു കമ്പനി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അമേരിക്ക കൊണ്ട് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തു ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നോക്കുമ്പോൾ സാർ ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ലിസ്റ്റ് ചെയ്ത് ഇന്ത്യയിലല്ലല്ലോ, അതുകൊണ്ട് അത് ലിസ്റ്റഡ് കമ്പനി അല്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കോൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് മാനേജിംഗ് ഡയറക്ടർ. ഈ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജർ ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല, മാനേജിംഗ് ഡയറക്ടർ നമുക്ക് ചോദിക്കും. 2-3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒന്ന്, മാനേജിംഗ് ഡയറക്ടർ ആകണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ മാനേജിംഗ് ഡയറക്ടർ ആകണം എന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ ആരായിരിക്കണം? ഒരു ഡയറക്ടർ ആയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ്? ഒരു ഡയറക്ടറിന് മാത്രമേ എന്താകാൻ പറ്റത്തുള്ളൂ? മാനേജിംഗ് ഡയറക്ടർ ആകാൻ പറ്റത്തുള്ളൂ. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ആവണമെങ്കിൽ ആരാവണം? മാനേജിംഗ് ഡയറക്ടർ ആകണമെങ്കിൽ ബേസിക്കലി അയാൾ ഒരു ഡയറക്ടർ ആയിരിക്കണം. ഡയറക്ടർ ആകാതെ എന്താകാൻ പറ്റില്ല? മാനേജിംഗ് ഡയറക്ടർ ആകാൻ പറ്റില്ല. അടുത്ത കോൺസെപ്റ്റ് എന്താണ്? എങ്ങനെയാണ് ഇയാൾ മാനേജിംഗ് ഡയറക്ടർ ആകുന്നത്? കുറേ രീതിയുണ്ട്. ഒന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആർട്ടിക്കിൾസ്. ഓക്കെ, സോറി എങ്ങനെ പോകാം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയാം അല്ലേ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നു, ഇയാളാണ് മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ. രണ്ടാമത്തെ രീതി കമ്പനിയുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ പറയുന്നു, ഇയാളാണ്. ഓക്കെ. ഇനി റെസല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പോൾ 4 രീതിയിൽ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾസ്, എഗ്രിമെന്റ്, റെസല്യൂഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇവിടെ 4 രീതിയിൽ സെലക്ട് ചെയ്യുന്നു. ഇയാൾക്ക് എന്തുണ്ട്? ഇയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്? മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവേഴ്സ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ. മൂന്നാമത്തെ ചോദ്യം എന്താണ് മാനേജിംഗ് ഡയറക്ടറിന്റെ പവേഴ്സ്? മാനേജിംഗ് ഡയറക്ടർ എന്തും ചെയ്യാം, ഈ താഴെ പറഞ്ഞൊന്നും ചെയ്യരുത്. അതായത് എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇല്ലാത്ത ചില കഴിവുകളുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നത് for the purpose of this clause, which clause? This clause, the power to administrate the acts of a routine nature when so authorized by the board such as. ഞാനാണ് സർവാധികാരി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാൻ പോകരുത്. എന്താ? കമ്പനിയുടെ ഏത് ഡോക്യുമെന്റിലും ഞാൻ കമ്പനിയുടെ സീൽ അറ്റാച്ച് ചെയ്യും, നടക്കില്ല. നെക്സ്റ്റ്, ഞാൻ കമ്പനിയുടെ പേരിൽ ഏത് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും ചെക്കും ഡ്രോ ചെയ്യും, നടക്കില്ല. എന്താണ് കേട്ടോ? ഡ്രോ എൻഡോസ് എനി ചെക്ക്, കമ്പനിയുടെ പേരിൽ ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യും, ഞാൻ സൈൻ ചെയ്തായിരിക്കും. ബിക്കോസ് ഐ എം ദ മാനേജിംഗ് ഡയറക്ടർ, നോ വൺ ഈസ് സുപ്പീരിയർ ദാൻ മീ, ബട്ട് യു കനോട്ട് ഡു ഇറ്റ്. നെക്സ്റ്റ് വൺ, എനി അതർ നെഗോഷിയേഷൻ ഇൻസ്ട്രുമെന്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഹുണ്ടീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോമിസറി നോട്ട്സ് ആയിക്കോട്ടെ, യു ആർ നോട്ട് അലൗഡ്. നെക്സ്റ്റ് വൺ, ഷെയർ സർട്ടിഫിക്കറ്റിലോ ഷെയർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിലോ ഞാൻ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് സൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിനെയും ഈ ഒരു കോൺസെപ്റ്റിനെയും എങ്ങനെ വരാം? എന്തിന് മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അയാൾ ഷെയർ ട്രാൻസ്ഫറിന് സൈൻ ചെയ്ത അവസാനം അതിന് പറഞ്ഞ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞപ്പോൾ എന്താണ്? അവർ പറഞ്ഞു നീ മാനേജിംഗ് ഡയറക്ടർ നിനക്ക് ആ പവർ നൽകിയിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് പവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചർച്ചകളൊക്കെ എന്താണ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാലാമത്തെ രണ്ടാമത്തെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ താഴെ പറയുന്ന ഒന്ന് എന്താണ്? ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ഇൻക്ലൂഡഡ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ്. ഓക്കെ, അടുത്തൊരു എക്സ്പ്ലനേഷൻ ആണ്. മാനേജിംഗ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കണം? ഡയറക്ടർ ആയിരിക്കണം. സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ,
മെമ്പർ എങ്ങനെയൊക്കെ വരാം? ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പിന്നീട് എഗ്രി ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യാം, ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ആകാം. ഓക്കെ, അപ്പോൾ 3-ാം ചാപ്റ്റർ പഠിക്കുന്നു. നെക്സ്റ്റ് നെറ്റ്വർത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വരാം, കാൽക്കുലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് aggregate value of paid up all reserves created out of profit. So that is important. That reserves must be created out of profit, not by revaluation of asset or write back of depreciation and amalgamation. ഈ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ്സ് അല്ല. ഇതല്ലാതെ എല്ലാം എന്ത് ഇതുണ്ടോ? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൻ്റെ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, യു ഹാവ് ടു മൈനസ്. ഇതൊരു ചെറിയൊരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചതുകൊണ്ട് വലിയ വിഷയം നിങ്ങൾക്ക് വരില്ല. അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ട്, ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ, മിസലേനിയസ് എക്സ്പെൻഡിച്ചർ, നോട്ട് റിട്ടേൺ ഓഫ്. ഇത്രയും മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നെറ്റ്വർത്ത് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കേസ് ലോ കൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അതായത് റിസർവ്സ് എന്ന് പറയുമ്പോൾ റീവാലുവേഷൻ റിസർവ്സ് ആഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു എക്സാമ്പിളിൽ അവർ പൂർണ്ണമായിട്ടും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ എക്സാമ്പിൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അടുത്തത് നോട്ടിഫിക്കേഷൻ ഓഫീസർ നോക്കണ്ട. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫീസർ ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓഫീസർ എന്ന് പറഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടറും ഓൾ ടൈം ഡയറക്ടറും എല്ലാം വരും. പക്ഷെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും the company and the officer in default and every officer in default they are liable എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണ് നമ്മൾ വീണ്ടും റിപ്പീറ്റഡ്ലി എന്താണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഒരു പരിഹാരം നമ്മൾ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നീട് എന്താണ് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നു who is called as officer in default, who is called as officer in default, and that is very much important. ഓക്കെ, നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും, ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കും. രണ്ടിനും ചാൻസസ് ഉണ്ട്. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അപ്പോൾ ആരാണ് ഓഫീസർ? ഓഫീസർ ഇൻ ഡിഫോൾട്ട്. ഡിഫോൾട്ട് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക ആരൊക്കെയാണ്. ഒന്ന്, എല്ലാ ഓൾ ടൈം ഡയറക്ടേഴ്സും. നെക്സ്റ്റ് KMP നമ്മൾ KMP പഠിച്ചോ, കമ്പനി സെക്രട്ടറി, CEO, ഓക്കെ, മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, CFO, എനി അതർ ഓഫീസർ നോട്ട് ബിലോ ദാൻ 1 ലെവൽ ബിലോ ദാൻ. ഓർമ്മയുണ്ടോ? സെയിം കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ഒരു പക്ഷേ KMP ഇല്ലെങ്കിലോ ഈ കാര്യം ചെയ്യാൻ വേണ്ടി, അതായത് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ? കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ്. KMP ഇല്ല, പക്ഷെ എന്താണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാളെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആളെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലോ ഓൾ ദ ഡയറക്ടേഴ്സ് ആർ ലയബിൾ. ഇതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് വരുന്ന കോൺസെപ്റ്റാണ്. നെക്സ്റ്റ്, ഒരാൾ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ചാർജസും അതിൻ്റെ മെയിൻ്റെനൻസും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം നിലനിൽക്കെ അയാൾ എന്താണ് ആ തെറ്റിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റിന് കൂട്ടുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ തെറ്റ് നടക്കാതിരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പണി വരും. യു ആർ ദ ഓഫീസർ ഇൻ ഡിഫോൾട്ട്. അപ്പോൾ ഇത് കമ്പനിയിലൊക്കെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, കമ്പനി ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നിർദ്ദേശം നൽകിയ വ്യക്തി. പക്ഷേ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ആസ് എ CA അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ഓഫീസർ ഇൻ ഡിഫോൾട്ട്. കാരണം നിങ്ങളൊരു അഡ്വൈസ്, അത് തെറ്റായ അഡ്വൈസ് അല്ല, പ്രൊഫഷണൽ കപ്പാസിറ്റി. ഞാൻ ഒരിക്കലും കമ്പനിയായിട്ട് പറയുന്നതല്ല. എൻ്റെ ആസ് എ CA ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ലയബിൾ. നെക്സ്റ്റ്, എവ്രി ഡയറക്ടർ എന്ന് പണി വരും. എപ്പോഴും വരും? ഇൻ റെസ്പെക്ട് ഓഫ് എനി കോൺട്രാവെൻഷൻ നിങ്ങൾ അവെയർ ആണ്, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ബട്ട് യു ഹാവ് പാർട്ടിസിപ്പേറ്റഡ്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കൺസെൻറ്റോടു കൂടിയാണ് നടന്നത്. അല്ലെങ്കിൽ ഇനി ഷെയർ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണെങ്കിലോ കുറച്ച് ആൾക്കാരുണ്ട്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ് ഉണ്ട്, രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ ഉണ്ട്, മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാം എന്താണ് ഷെയർ ട്രാൻസ്ഫർ. ഇപ്പോൾ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്തു, ഓക്കെ, അവിടെ എന്തോ ഒരു ഫോർജറി നടന്നു, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടന്നു, എൻ്റെ ഷെയർ ഞാൻ പോലും അറിയാതെ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി. ഹൂ ഈസ് റെസ്പോൺസിബിൾ? ദീസ് പേഴ്സൺസ് ആർ റെസ്പോൺസിബിൾ. ക്ലിയർ ആണോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇതെല്ലാം ഓർഡർ വൈസ് എഴുതേണ്ട സംഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് സെൻറ്റൻസ് ഇത് ഇത്രമാത്രം മനഃപ്പാഠം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നോ KMP ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓത്തോറൈസ്ഡ് ആൻഡ് എവറി വൺ ഈസ് റെസ്പോൺസിബിൾ, അങ്ങനത്തെ കുറച്ച് കീ ടെർമിനോളജീസ് എന്താണ് എപ്പോഴും എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് 1% കമ്പനി മുന്നോട്ട് പഠിക്കുന്നുണ്ട്, ഓർഡിനറി സ്പെഷ്യൽ രജിസ്ട്രേഷൻ മുന്നോട്ട് പഠിക്കുന്നുണ്ട്, പെയ്ഡ് അപ്പ്, പോസ്റ്റൽ ബാലറ്റ് ഒക്കെ പഠിക്കുന്ന സംഭവമാണ്. പ്രൈവറ്റ് കമ്പനി നല്ലപോലെ നിങ്ങൾക്കറിയാം. പ്രൈവറ്റ് കമ്പനി വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. കാരണം ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന സംഭവം ഇതാണ്. പിന്നെ 2 ക്വസ്റ്റ്യനാണ്. 1% കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് 1% കമ്പനിയും പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ 1% കമ്പനി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ് 200 ആണ് മാക്സിമം ലിമിറ്റ്. ഈ 200ൽ ഒന്ന് ആര് പെടില്ല? ഒന്ന് ജോയിൻറ്റ് ഹോൾഡിംഗ് പെടില്ല. ഈ ജോയിൻറ്റ് ഹോൾഡിംഗ് നമുക്ക് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന ചാൻസസ് വളരെ കുറവാണ്. അപ്ലിക്കേഷൻ ടൈപ്പാണ് വരുന്നത്. അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം തന്നെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്.
ഇത് ഫസ്റ്റ് പ്രൊവിസോ. ഈ പ്രൊവിസോ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് ഫസ്റ്റ് എക്സെപ്ഷൻ, രണ്ടാമത്തെ എക്സെപ്ഷൻ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ആണ്. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി സാറേ മൂന്നാമത് വന്നാലും പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് തന്നെയാണ്. നെക്സ്റ്റ് എംപ്ലോയ്മെൻറ്റ്, അതായത് നമ്മൾ ചിലപ്പോൾ എന്താ എഴുതും കറണ്ട് എംപ്ലോയി, ഇവിടെ നമ്മൾ എന്ത് എഴുതും ഫോർമർ എംപ്ലോയി. ഫോർമർ എംപ്ലോയി ശരിയാണ്, ഇതിൻ്റെ എല്ലാം വാക്കൻ ഫോർമർ എംപ്ലോയി ആണ്. പക്ഷേ ആ സെൻറ്റൻസ് നോക്കുക, who having been formerly in the employment of the company were the members of the company while in that employment and they have continued. ആ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് നോക്കുക. ഷാൽ നോട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് ഒരേപോലെ നിങ്ങൾക്ക് എന്താണ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. രണ്ടും കൂടെ ഒരുമിച്ചേ വരത്തുള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞ് മൂന്നാമത്തെ എന്താണ് പ്രൊഹിബിഷൻ ആണ് കൃത്യമായിട്ട് എഴുതണം. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. പ്രോസ്പെക്ടസിൽ പേരുള്ള ആൾ, അല്ലെങ്കിൽ കമ്പനിയുടെ അഫയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ കമ്പനിക്ക് അഡ്വൈസോ ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളൊക്കെ നൽകുന്ന ആൾ എന്താണ് പ്രൊമോട്ടേഴ്സ് ആണ്. നെക്സ്റ്റ് പ്രോസ്പെക്ടസും പഠിക്കുന്നുണ്ട്. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി അല്ലേ. ഇവിടെ ഈ നോട്ട എന്ന് പറയുമ്പോൾ നോട്ട് എന്നതിന് എക്സ്പ്ലനേഷൻ ഇതിന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന നോ എന്നൊക്കെ ഇവിടെ എസ് ആണ്. എന്താണ്? ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഇല്ല, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റെസ്ട്രിക്ഷൻസ് ഇല്ല, പബ്ലിക്കിന് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നോട്ട് എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ സാറേ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പബ്ലിക് കമ്പനി അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ചുമ്മാ അവിടെ മാറ്റി എഴുതിയതല്ല, നോട്ടിന് അർത്ഥമുണ്ട്. നെക്സ്റ്റ് നമുക്കറിയാം ഡീംഡ് പബ്ലിക് കമ്പനി. ഡീംഡ് പബ്ലിക് കമ്പനിയെ കുറിച്ച് കൂടുതൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനൊന്നും നമുക്കില്ല. ജസ്റ്റ് എന്താണ് ആ ഒരു പ്രൊവിഷൻ നമുക്ക് നൽകിയത് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ പറഞ്ഞ ഡീംഡ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്? ഡീംഡ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പബ്ലിക് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കമ്പനീസും എന്താണ് പബ്ലിക് ആണ്. അപ്പോൾ സാറേ എ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബി, ഇപ്പോൾ എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് അതല്ല. എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ബി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ PTC അങ്ങനെ ഉണ്ടെങ്കിൽ ബിയും ആരാണ്? ഡീംഡ് ആണ്. ഓക്കെ, ജസ്റ്റ് അതിനെക്കുറിച്ച് മാത്രം പറയുന്നു. കൂടുതൽ അതിനെക്കുറിച്ച് എന്താണ് ഡീംഡ് ആണോ അല്ലയോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഒരു പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ഹോൾഡ് ചെയ്താലാണ്, പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ഹോൾഡ് ചെയ്താലല്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് രജിസ്റ്റർ റിലേറ്റഡ് പാർട്ടീസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഓരോന്നും എടുത്തെടുത്ത് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ പറഞ്ഞ റിലേറ്റഡ് പ്രൊവിഷൻസ് ശരിക്കും പറഞ്ഞാൽ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. നല്ല ഇമ്പോർട്ടൻസ്. റിലേറ്റഡ് പാർട്ടി കമ്പനിയുടെ റിലേറ്റഡ് ആരൊക്കെയാണ്? ഒരു ഡയറക്ടർ കമ്പനിക്ക് റിലേറ്റഡ് ആണ്, അവരുടെ റിലേറ്റീവ് റിലേറ്റഡ് ആണ്. KMP അവരുടെ റിലേറ്റീവ് റിലേറ്റഡ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേം റിലേറ്റഡ് ആണ്. എങ്ങനെയാ? ഇപ്പം ഞാൻ എ എന്നൊരു കമ്പനിയിലെ ഡയറക്ടറാണ്, അല്ലെങ്കിൽ എ എന്നൊരു കമ്പനിയിലെ ഡയറക്ടറാണ്, ഞാൻ തന്നെയാണ് ബി എന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണറും. അപ്പോൾ ബി എന്ന പാർട്ട്ണർഷിപ്പ് ഫേമും എ എന്നൊരു കമ്പനി എന്താണ് റിലേറ്റഡ് ആയി, ഇൻഡയറക്ട്ലി റിലേഷൻഷിപ്പ് എന്ന് പറയത്തില്ലേ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ തന്നെ ആകണമെന്നില്ല. ഇപ്പം ഞാൻ എ എന്നൊരു കമ്പനിയിലെ മെമ്പറാണ്, എൻ്റെ ഫാദർ ബി എന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണറാണ്. അപ്പോൾ ബി എന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേമും എ എന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേമും എ എന്നൊരു കമ്പനി തമ്മിൽ എന്താണ് റിലേറ്റഡ് ആയി. അപ്പോൾ അവർ തമ്മിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലോ പാർട്ട്ണർ അല്ല മെമ്പർ. അപ്പോൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ്ലി നോട്ട് ചെയ്ത് വെച്ചോ. പ്രൈവറ്റ് കമ്പനിക്ക് എക്സംഷൻ ആണ്. നെക്സ്റ്റ് പബ്ലിക് കമ്പനി ആണെങ്കിലോ ചുമ്മാ പബ്ലിക് കമ്പനി മെമ്പർ ആയതുകൊണ്ട് പറ്റത്തില്ല. ഈ പറഞ്ഞ ഡയറക്ടറോ മാനേജറോ ആ പബ്ലിക് കമ്പനി എന്തായിരിക്കണം? തന്നെയോ ഒരുമിച്ചയോ മോർ ദാൻ 2% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്താൽ, ഇപ്പോൾ ഞാൻ എ എന്നൊരു കമ്പനിയിൽ എന്താണ് ഡയറക്ടറാണ്, ഞാൻ ബി എന്നൊരു പബ്ലിക് കമ്പനിയുടെ മോർ ദാൻ 3% ഹോൾഡ് ചെയ്താൽ എയും ബിയും എന്താണ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ചുമ്മാ മെമ്പർ ആയാൽ പോരാ, പെർസെൻറ്റേജ് വേണം. മോർ ദാൻ 2%, 2.1, 2.01, 2.05 എനിത്തിങ്. നെക്സ്റ്റ് ഇനി ബോഡി കോർപ്പറേറ്റ്. ഈ ബോഡി കോർപ്പറേറ്റ് ഒരു കമ്പനി റിലേറ്റഡ് ആകും. എങ്ങനെ? Any body corporate whose board of directors, managing director comes to act with advice directions of a director. ഇപ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ പറയുന്ന പോലെയാണ്. ഞാൻ എ എന്നൊരു കമ്പനിയുടെ ഡയറക്ടറാണ്, അപ്പോൾ എയും ആ കമ്പനിയും അല്ലെങ്കിൽ LLPയും റിലേറ്റഡ് ആണ്, ബോഡി കോർപ്പറേറ്റ് ആണ്. സോ LLP will also come. നെക്സ്റ്റ് വൺ എനി പേഴ്സൺ അത് കമ്പനി ആക്കണമെന്നില്ല, ഞാൻ പറയുന്ന പോലെയാണ് നിങ്ങളുടെ കമ്പനി കേൾക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളുടെ കമ്പനി എന്താണ് ബന്ധമുണ്ട്, എന്താണ് റിലേറ്റഡ് ആകണമെന്നില്ല, ഡയറക്ടർ ആകണമെന്നില്ല, ഒന്നും ആകണമെന്നില്ല, ഞാൻ പറയുന്ന പോലെ കേൾക്കണം. അങ്ങനെ ചുമ്മാ വഴി പോകുന്ന ആൾക്കാർ കേൾക്കുമെന്നല്ല. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ ഗ്രൂപ്പ് കമ്പനീസ്. നെക്സ്റ്റ് പ്രൊവൈഡ് ദാറ്റ് ഇവിടെയൊക്കെ പ്രൊഫഷണൽ കപ്പാസിറ്റി, ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CA എന്ന രീതി നിങ്ങൾ അഡ്വൈസ് ചെയ്താൽ ഒരിക്കലും എന്താണ് യു ആർ നോട്ട് ദ പ്രൊമോട്ടർ, സെയിം ആസ് യു ആർ നോട്ട് ദ റിലേറ്റഡ് പാർട്ടി. നെക്സ്റ്റ് ഇവിടെ നോക്കാം. ഇവിടെയാണ് പറയുന്നത്, ഇവിടെ ഈ പോയിന്റും നമ്മൾ ഈ മാർക്ക് ചെയ്താൽ ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയുടെ പോയിന്റും. ആൻഡ് ദിസ് ഇസ് സെപ്പറേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് സെപ്പറേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
ഇത് നമുക്ക് MCQ ചോദിക്കും. ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിക്കാം. രണ്ട് രീതിയിൽ എന്താണ് നമുക്കൊരു പോസിബിലിറ്റീസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നു ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി റിലേറ്റഡ് ആണ്. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി റിലേറ്റഡ് ആണ്. ഇനി സബ്സിഡിയറിയുടെ സബ്സിഡിയറിയോ റിലേറ്റഡ് ആണ്. നമുക്കറിയാം A, B, C. എക്ക് B സബ്സിഡിയറി, ബിക്ക് C സബ്സിഡിയറി. സോ എയും സിയും റിലേറ്റഡ് ആണ്. ആൻഡ് ഇൻവെസ്റ്റിംഗ് കമ്പനീസ് ഉണ്ട്, ഓർ ദ ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ് ഉണ്ട്, വെഞ്ചർ കമ്പനീസ് ഉണ്ട്, റിലേറ്റഡ് ആണ്. നോക്കുക ഇതിനകത്ത് ദ പോയിന്റ് നമ്പർ 8th clause shall not apply. This clause A shall not apply with respect to 188 related party transaction to a private company. പ്രൈവറ്റ് കമ്പനീസ് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആകില്ല. പക്ഷേ ഒരു കോൺസെപ്റ്റ് പറയുന്നത് such other persons as may be prescribed. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അല്ലാതെ വരുന്ന എല്ലാവരും എന്താണ് ഈ ഹോൾഡിംഗ് കമ്പനിയിലെയും സബ്സിഡിയറി കമ്പനിയുടെയും ഒക്കെ എന്താണ് റിലേറ്റഡ് പാർട്ടിയായിട്ട് വരും. ഓർത്ത് വെക്കുക. ഇനി ഈ എക്സാമ്പിൾ നമ്പർ 1 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾ വായിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ മറക്കരുത്. കാരണം 2 subsection 76 ക്ലോസ് നമ്പർ 8 എന്താണ്, ക്ലോസ് നമ്പർ 8 അപ്ലിക്കബിൾ ആകില്ല. ആർക്ക് അപ്ലിക്കബിൾ ആകില്ല? 1% കമ്പനിക്ക്, പ്രൈവറ്റ് കമ്പനിക്ക് അപ്ലിക്കബിൾ ആകില്ല. പക്ഷേ ഡീംഡ് പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ ഓർത്ത് വെക്കുക. ഈ രണ്ട് എക്സാമ്പിൾ 9ഉം 10 നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഇതിന് ഡൗട്ടോ ക്ലാരിഫിക്കേഷനുകളിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ്. റിലേറ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആരൊക്കെയാണ് റിലേറ്റീവ്, സൺസ്, വൈഫ്, ഡോട്ടർ, കാര്യങ്ങളൊക്കെ. റെമ്യൂണറേഷൻ ഷെയർ നോക്കുക. സ്മോൾ കമ്പനീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണമേ സ്റ്റുഡൻസ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ഇപ്പോഴത്തെ കറണ്ടായ 50 lakh എന്ന് മാറ്റി ഇവിടെ 4 കോടി എന്നും, അതേപോലെ നമുക്ക് 2 crore എന്ന് മാറ്റിയിട്ട് 40 കോടി എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ പ്രൊവിഷൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ട്, റൈറ്റ്? ദിസ് ഈസ് ആക്ട് ആൻഡ് ദിസ് ഈസ് റൂൾസ്. അപ്പോൾ ആക്ടിൽ ആക്ച്വലി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഡസ് നോട്ട് എക്സീഡ് 50 lakh. ഓക്കെ, സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂൾസ് അല്ലേ? അപ്പോൾ എക്സാമിന് എന്ത് എഴുതണം സാറേ? എക്സാമിന് ഇതും എഴുതണം, ഇതും എഴുതണം, ഇതും എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഡെഫിനേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയാലും മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്ത് എഴുതണം? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50. സാറേ 50 lakh അല്ലല്ലോ. അത് ശരിയാണ്, ആക്ട് അങ്ങനെയാണ്. ഇത് എഴുതാൻ പക്ഷെ നമ്മൾ എക്സാമിൽ അപ്ലൈ ചെയ്യേണ്ടത് ഏതാ? ഇത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ചോദിക്കാൻ, സാറേ ഈ എന്തൊരു കമ്പനിയിൽ 4 കോടി ഉണ്ടായിരുന്നു, എന്താ ടേൺ ഓവർ 38 കോടി ഉണ്ടായിരുന്നു, സ്മോൾ കമ്പനിയാണോ? അപ്പോൾ നിങ്ങൾ ഏത് അപ്ലൈ ചെയ്യണം? ഈ പറഞ്ഞ കറൻറ്റ് പ്രൊവിഷനായ 4 കോടി 40 കോടി അപ്ലൈ ചെയ്യണം. പക്ഷേ ഇത് എഴുതിയിട്ടേ നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇത് എഴുതിയിട്ടേ നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അതാണ് പോയിന്റ് മാത്രം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്ലിക്കേഷൻ ശരിയായിരിക്കും, പക്ഷേ പ്രൊവിഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കാം, 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരും, 3 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഒന്ന് റൈറ്റ് എ ഷോർട്ട് നോട്ട്, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സാധ്യതകളുണ്ട്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് എങ്ങനെയാണ്? ഇതേപോലെ തന്നെ എയുടെയും ബിയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അപ്ലിക്കേഷനിൽ വേറൊരു സംഭവം ഒരു ചെയ്യുന്നതെന്നറിയാവോ? എ എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അത് സി എന്നൊരു കമ്പനിയുടെ സബ്സിഡിയറിയാണ്. എന്നിട്ട് ആ സബ്സിഡിയറിക്ക് ഈ പറഞ്ഞ 4 കോടി 38 കോടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയും 4 കോടി 38 കോടി ഉറപ്പായിട്ട് എന്താണ് സ്മോൾ കമ്പനിയാണ്. അങ്ങനെ അല്ല, അങ്ങനെ വരുന്ന ഒരിക്കലും എന്താണ് സ്മോൾ കമ്പനി ആയിട്ട് വരില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡിയറി കമ്പനിക്കും സെക്ഷൻ 8 കമ്പനിക്കും എന്താണ് ഈ പറഞ്ഞ സ്മോൾ കമ്പനി ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ മെയിൻലി അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും ബേസ് ചെയ്തിട്ടാണ് അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. എന്നാലേ അവർക്ക് മുതലാവുകയുള്ളൂ. ഓക്കെ, കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ടേൺ ഓവറും പേയ്ഡപ്പും കുറവാണ്. ഓക്കെ, എന്നാൽ പിന്നെ അടിച്ചോ പിടിച്ച് പിടിച്ചോ എഴുതുന്നു. അങ്ങനെയല്ല. ഓക്കെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ജനറൽ കൺസെപ്റ്റ് ആണ്. സബ്സിഡിയറി കമ്പനിയുടെ ഡെഫിനേഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. ഹോൾഡിംഗ് കമ്പനി ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇവിടെ ഡെഫിനേഷൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എക്സ്പ്ലനേഷൻസ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടം വരെയെങ്കിലും എഴുതണം. ഓക്കെ, എന്താണ് സ്മോൾ കമ്പനിയിൽ ഡെഫിനേഷൻ കുറച്ച് എന്താണ് വ്യത്യസ്തമായ ഡെഫിനേഷനാണ്. ഒന്ന് കൺട്രോൾസ് ദ കമ്പോസിഷൻ ഇൻ റിലേഷൻ ടു അനദർ കമ്പനി എന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കുക, സബ്സിഡി എന്ന് പറഞ്ഞാൽ സബ്സിഡി കമ്പനിയാണ്, സബ്സിഡി കമ്പനി എന്ന് പറഞ്ഞാൽ സബ്സിഡി കമ്പനി തന്നെയാണ്. അതുകൊണ്ടാണ് സബ്സിഡി എന്ന വാക്ക് യൂസ് ചെയ്യാൻ കാരണം. എക്സൈസ് കൺട്രോൾ ദ കമ്പോസിഷൻ. വാട്ട് ഈസ് മീനിങ് ഓഫ് കോമ്പോസിഷൻ?
കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെജോറിറ്റി ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും എന്താണ് മെജോറിറ്റി ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ആർക്കെങ്കിലും അധികാരമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയുമ്പോൾ ഒരു കമ്പനിക്ക് അധികാരമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഹോൾഡിംഗ് സബ്സിഡിയറി. സെക്കൻഡ് വൺ മോർ ദാൻ 1/2. അപ്പോൾ സാറേ മോർ ദാൻ 50% എഴുതിയാലും കുഴപ്പമുണ്ട്, സെയിം ആണ്. കാരണം ന്യൂമറിക്കൽ അവോയ്ഡ് ചെയ്യാൻ കാരണം പ്രിന്റിംഗ് മിസ്റ്റേക്ക് എറേഴ്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം 15 ആക്കിയിട്ട് അടുത്ത് 0 ഇട്ടാൽ 500 ആയില്ലേ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ന്യൂമറിക്കൽ യൂസ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഷാൽ നോട്ട് ഹാവ് ലേയേഴ്സ് മീൻസ് സബ്സിഡിയറീസ് മാക്സിമം 2 ഒക്കെയാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സബ്സിഡിയറി തന്നെയാണ്. സ്പെറ്റ് ഇക്വിറ്റി ഷെയർസ്, ടോട്ടൽ വോട്ടിംഗ് പവർ, ഓക്കെ, വോട്ടിംഗ് റൈറ്റ്. യെസ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് വളരെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ സ്മോൾ കമ്പനിയുടെ. ഇപ്പോൾ സ്മോൾ കമ്പനിയുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതെന്താണ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 2 crore ആണ്. അതേപോലെ ടേൺ ഓവർ 60 crore ആണ്. നമ്മൾ നോക്കുമ്പോൾ 50 lakhന്റെ ക്രൈറ്റീരിയ അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ 4 and 40 ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സാമിനേഷൻ അത് തന്നെ ആയിരിക്കും. പിന്നീട് മാറുന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കാം. നിങ്ങളുടെ എക്സാമിനേഷൻ 440 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ സ്മോൾ കമ്പനി കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടത്തില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് സബ്സിഡിനെ കുറിച്ചൊന്നും നൽകിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ക്ലോസസ് അപ്ലിക്കബിൾ അല്ല. ഡയറക്റ്റ് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ടാവും MNP ഈസ് എ സബ്സിഡിയറി ഓഫ് XYZ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഇത് നോക്കിയിട്ട് ഒന്നും കാര്യമില്ല. ഡെഫിനേഷൻ അതേപോലെ എഴുതുക. അതിനുശേഷം ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് ഇത് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെയാണ് അത് ആൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒരു പക്ഷേ ടേൺ ഓവർ 30 crore ആണെങ്കിലാണോ? ഉറപ്പായിട്ടുമാണ്. കാരണം 2 crore 4 crore താഴെയാണ്, 30 crore 40 crore താഴെ ആയതുകൊണ്ട് തന്നെ സ്മോൾ കമ്പനിയുടെ ബെനിഫിറ്റ് കിട്ടും. ഇതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കറക്റ്റായിട്ട് അവരെല്ലാം എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതേപോലെ തന്നെ ഡെഫിനേഷൻ ഫുള്ളായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയെല്ലാം നമ്മളിങ്ങനെ ചോദ്യം നോക്കുന്നില്ല, പക്ഷേ ജസ്റ്റ് എന്താണ് ഈ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ നോക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന നമ്പർ ഓഫ് ഇതാണ് ജോയിൻറ്റ് ഹോൾഡിങ്സിൻ്റെയും ഇതുണ്ടോ ജോയിൻറ്റ് ഹോൾഡിങ്സിൻ്റെയും അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെയും കോൺസെപ്റ്റ് നൽകിയിട്ടുണ്ട്. എംപ്ലോയീസ്, എക്സ് എംപ്ലോയീസ്. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടേഴ്സും എന്താണ് എംപ്ലോയീസ് തന്നെയാണ്. പക്ഷേ എംപ്ലോയി എന്നൊരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ബിയും സിയും ഡി ക്ലോസിന് മാത്രമേ അത് അപ്ലിക്കബിൾ ആവത്തുള്ളൂ. ജോയിൻറ്റ് ഓണിലാണെങ്കിൽ നമ്മൾ 10-5 കൺസിഡർ ചെയ്യുള്ളൂ. ഇവർ രണ്ടുപേരും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് 200 കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ക്ലോസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡൻറ്റ് ദ ഡേ ടു. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ചില കണ്ടിന്യൂറ്റി നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ജസ്റ്റ് എന്താ ആദ്യമേ ആരാ പ്രൊമോട്ടർ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രോസ്പെക്റ്റിൽ പറഞ്ഞിരിക്കുന്നു. ആനുവൽ റിട്ടേണിൽ അതേപോലെ തന്നെ കമ്പനിയുടെ അഫയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു, അഡ്വൈസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അതൊക്കെ ജനറൽ കോൺസെപ്റ്റാണ്. അതിനുശേഷം നമ്മൾ പ്രൊമോട്ടർ എന്നാണ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാലേ പ്രൊമോട്ടർ എന്ന് പറയുമ്പം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാത്രം വരേണ്ട ആവശ്യം ആളല്ല. അതിൻ്റെ കൂടെ എന്താണ് ടു ബി എ പ്രൊമോട്ടർ വൺ നീഡ് നോട്ട് നെസസറിലി ബി അസോസിയേറ്റഡ് വിത്ത് ദ ഇനീഷ്യൽ വൺ ഹൂ സബ്സീക്വന്റ് ഹെൽപ്സ് ടു അറേഞ്ച് എ ഫ്ലോട്ടിംഗ് ഓഫ് ഇറ്റ്സ് ഫൈനാൻസ്. അതിൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ഫൈനാൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവരും എന്താണ് പ്രൊമോട്ടർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് പ്രൊമോട്ടർ ഇൻഡിവിജ്വൽ ആവണം നിർബന്ധമില്ല. ഫോർമേഷൻ നോക്കുക. ഫോംസ് ഓഫ് കമ്പനീസ് നമുക്കറിയാം. ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണ് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. 7 to 1 ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ലിമിറ്റഡ് ബൈ ഷെയർസ് കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1% കമ്പനിയാണ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഫൗണ്ടേഷനിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക. 1% കമ്പനിയിൽ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് 1% കമ്പനിയുടെ ഡെഫിനേഷൻ ആണ്. ഡെഫിനേഷൻ നമുക്ക് 2 subsection 62 ഡെഫിനേഷൻ നൽകുന്നത്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും 1% കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക. 1% കമ്പനിയിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. ഒരിക്കലും ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസിന് ഒരു 1% കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അംബാനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മൈനറിന് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആ പേഴ്സൺ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. റെസിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 120 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അതിന് റിലവൻസ് ഇവിടെ ഇല്ല. പുറത്തൊക്കെ വെദർ റെസിഡൻറ്റ് ഓർ ഇന്ത്യ അതർവൈസ്. അപ്പോൾ 120 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഫൗണ്ടേഷൻ അത് ആൻഡ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 120 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ എന്ത് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം? സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. എപ്പോഴും ഈ നാച്ചുറൽ പേഴ്സൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ വരുന്ന ചാൻസസ് വളരെ കുറവാണ്. ഇതിൻ്റെ ബേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരികയുള്ളൂ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്
ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ OPC ക്ക് എന്താണ് ഒരിക്കലും സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 8 കമ്പനിക്ക് ഇങ്ങോട്ടേ കൺവേർട്ട് ചെയ്യാൻ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. നോമിനി വളരെ കൃത്യമായിട്ട് വേണം. കുറച്ച് ഫോംസിൻ്റെ കറക്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോംസിൻ്റെ കറക്ഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കോറിജൻഡറിൽ നൽകിയിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ആരാണ് ഈ പറഞ്ഞ നോമിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നോമിനി ആരായിരിക്കണം? നോമിനിയും ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം. എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് റിലേറ്റീവ് ആകണമെന്ന് നിർബന്ധം തന്നെ ഇല്ല. ആരെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആളുടെ റിട്ടൺ കൺസെൻറ്റ് വേണം. നോമിനിയുടെ റിട്ടൺ കൺസെൻറ്റ് വേണം. നമ്മൾ 15 ദിവസത്തിനകം എന്താണ് ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഞാൻ നോമിനിയാണ്, എനിക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം. ഞാൻ അറിയിച്ചാൽ മതി. ആരെ 1% കമ്പനീനെ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്പറിനെ അറിയിച്ചാൽ മതി. മെമ്പർ ആരായിരിക്കും? കമ്പനീനായിരിക്കും, കമ്പനി രജിസ്ട്രാറിനായിരിക്കും. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആസ് എ നോമിനി സ്വമേധയെ പിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ എന്താണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നോമിനി മെമ്പറായിട്ട് മാറും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെമ്പറിന് എന്നെയും പറഞ്ഞു വിടാം. ഇപ്പം എന്നെ പറഞ്ഞു വിടുമ്പോൾ എന്നെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ രജിസ്ട്രാറിനെ അറിയിച്ചാൽ മതി. അപ്പോൾ വിഡ്രോ ചെയ്യാം, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ 1% കമ്പനി എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഫോംസും കാര്യങ്ങളും ഡേയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ചേഞ്ചും ചെയ്യാം. എന്തൊക്കെയാണ് വിഡ്രോ ചെയ്യുന്ന? ആരാണ് വിഡ്രോ ചെയ്യുന്നത്? നോമിനി തന്നെ വിഡ്രോ ചെയ്യുന്നു. പക്ഷേ നോമിനി എന്താണ് ഒരു റിട്ടൺ നോട്ടീസ് കൊടുക്കണം. ആർക്ക്? മെമ്പറിന് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ആക്ച്വലി INC 3 ആണ്, ഓർത്ത് വെക്കുക. കുറച്ച് വ്യത്യാസം ഇവിടെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോമിനി എന്താണ്? മെമ്പർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ആ നോമിനി മെമ്പറായിട്ട് മാറും. അതിനുശേഷം 15 ദിവസത്തിനകം ആ നോമിനേഷനിലൂടെ മെമ്പറായ ആൾ പുതിയ നോമിനിനെ 15 ദിവസത്തിലാക്കണം. ഇതെല്ലാം ആയതിനു ശേഷം വിഡ്രോ ചെയ്താലും മെമ്പർ നോമിനിനെ മാറ്റിയാലും നോമിനി മെമ്പർ ആയാലും ഇവിടെ ഒന്നും എന്തില്ല, ഇപ്പം നോമിനി ഇല്ല. അപ്പോൾ ആ നോമിനി ചേഞ്ചസ് എല്ലാം തന്നെ 30 ദിവസത്തിനുള്ളിൽ INC 4 എന്താണ് നമ്മൾ ആരെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഈവൻ എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ക്യാൻ ഫോം എ ബിക്കം മെമ്പർ. ഓബ്വിയസ്ലി ട്രൂ ആണ്. കാരണം വെദർ ഇന്ത്യൻ സിറ്റിസൺ ഓർ അതർവൈസ്. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ റെസിഡൻറ്റ് ആക്കണമെന്ന് നിർബന്ധം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ് ആനുവൽ റിട്ടേണിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല, മുന്നോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ആനുവൽ റിട്ടേണിൽ ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ പ്ലസ് കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിന് പ്രാക്ടീസ് ആണ് സൈൻ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് കമ്പനി സെക്രട്ടറിന് പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല, ഒരു ഡയറക്ടർ പോയി സൈൻ ചെയ്താലും മതി. നെക്സ്റ്റ് അബ്രിജ്ഡ് ഫോമിൽ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. AGM വേണ്ട ആവശ്യമില്ല, AGMൻ്റെ സെഷനിൽ നമുക്ക് പഠിക്കാം. ബോർഡ് മീറ്റിംഗ്സ് വേണ്ട, ഇതിവിടെ മാത്രമേ വരുന്നുള്ളൂ. ബോർഡ് മീറ്റിംഗ് വർഷത്തിൽ 2 ബോർഡ് മീറ്റിംഗ് മാത്രം മതി, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് 137 ഫയൽ ചെയ്യുന്നതാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ LLPയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നൊരു സംഭവമാണ്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 വേണം, പബ്ലിക്കിൽ 7 വേണം. ഇതിൽ നിന്ന് കുറച്ച് 6ഓ ഇതിൽ നിന്ന് കുറച്ചോ 1ഓ ആയെന്ന് വെച്ചോ. ഈ 1ഓ ആയതിനു ശേഷം ഉണ്ടോ ദ നമ്പർ ഓഫ് മെമ്പർ ഓഫ് എ കമ്പനി റെഡ്യൂസ് ബിലോ 7 ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി, ബിലോ 2 ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെയും വരാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ LLP ചാപ്റ്ററിലും വരാം. സെയിം കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സെയിം കോൺസെപ്റ്റ്, ഒരു വ്യത്യാസമില്ല. നെക്സ്റ്റ് സച്ച് എ കമ്പനി ക്യാരീസ് ബിസിനസ് ഫോർ മോർ ദാൻ 6 months. അതായത് ഇവിടെ നിങ്ങളുടെ പബ്ലിക് കമ്പനി നോക്കാം, 6 പേരായി. മിനിമം എത്ര വേണം? മിനിമം, മാക്സിമത്തെ കുറിച്ചല്ല. മിനിമം ഇപ്പോൾ 8 പേരുണ്ട്, ഒരാൾ പോയി, പ്രശ്നമില്ല. 7 പേരുണ്ട്, ഒരാൾ പോയി, 6 പേരേ ഉള്ളൂ. മിനിമം ക്രൈറ്റീരിയ ബ്രീച്ച് ചെയ്തു. നിങ്ങൾക്ക് 6 മാസം വരെയും ഒരു ലീജർ പീരീഡ് ആണ്. ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരാളെയും കൂടെ കണ്ടെത്തിയിട്ട് ബിസിനസ് ചെയ്യാം. ഒരു പക്ഷേ 6 മാസത്തിന് ശേഷവും നിങ്ങൾ 6 പേരെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് 6 മാസം വരെയും നിങ്ങൾക്ക് ഓക്കെയാണ്. 6ആം മാസത്തിന് ശേഷമാണ് നിങ്ങളിത് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യുന്ന പുതിയ ട്രാൻസാക്ഷൻ നോക്കുക. പുതിയ ട്രാൻസാക്ഷൻ ഒരിക്കലും ഇവിടെ എൻ്റർ ചെയ്തതിനല്ല, പുതിയ ട്രാൻസാക്ഷൻ എന്നുണ്ടാവും. സച്ച് എ കമ്പനി ക്യാരീസ് ഓൺ ദ ബിസിനസ് ഫോർ മോർ ദാൻ 6 months വിത്ത് റിഡ്യൂസ്ഡ് നമ്പർ. 6 പേരെ വെച്ച് അല്ലെങ്കിൽ ഒരാളെ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ഇങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7 പേരുണ്ട്, ഒരാൾ ദുബായിലാണ്, ഒരു മെമ്പർ ദുബായിലാണ്, അപ്പോൾ മരിച്ചുപോയി, ആരും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നോക്കുക, കോഗ്നിസെൻറ്റ് റിമൈനിങ് മെമ്പേഴ്സ് അറിഞ്ഞാൽ മാത്രം. ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇവിടെ എക്സാമിനേഷനും അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, അറിഞ്ഞത് 2 വർഷത്തിന് ശേഷമാണ്, ഒരു കണക്ഷനും ഇല്ല.
ഡിവിഡൻഡ് വരുമായിരുന്നു കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നു, മീറ്റിംഗിനൊന്നും വരില്ല, കാരണം എല്ലാം മീറ്റിംഗിന് പോകുന്ന ആവശ്യമില്ല, നോട്ടീസ് കിട്ടുന്ന എല്ലാം കിട്ടുന്ന വരുന്നില്ല, ഡിവിഡൻഡ് അയച്ചു കൊടുക്കുന്നു, ഫാമിലി ഒന്നും അറിയിക്കുന്ന അനാഥനാന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ 2 വർഷത്തിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ ഈ 2 വർഷം ആസ് പെർ ദ ലോ എത്ര പേരുണ്ടെന്ന് അർത്ഥം? 7 പേര് തന്നെയാണ്. അപ്പോൾ ഈ 6 മാസം തുടങ്ങുന്നത് എപ്പോഴാണ്? ഇങ്ങനെ ഒരാൾ കുറഞ്ഞു എന്ന് അവർക്ക് എപ്പോൾ അറിയുന്നു അന്ന് തൊട്ട് 6 മാസം. അത് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇവർ പ്രൂവ് ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് അറിയത്തില്ല, അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ അത്രമാത്രം ഒരു ഡെപ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഓവർവ്യൂ മാത്രമേ നമുക്ക് ചോദിക്കുന്നുള്ളൂ. എന്നാലും എവ്രി സച്ച് പേഴ്സൺ എന്ന് പറയുന്നതാണ് ഈ 6 പേരും who carries on the business after those 6 months is the fact that കുറഞ്ഞു എന്ന് അറിഞ്ഞ് എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്താണ്? such members are liable for the payment of all the debts of the company contracted during that time. എപ്പോഴാ? 6 മാസം നടക്കില്ല, 6 മാസത്തിന് ശേഷം ചെയ്ത പുതിയ ട്രാൻസാക്ഷൻസിന്. കോൺട്രാക്റ്റഡ്, പഴയ ഡെറ്റിൻ്റെ സെറ്റിൽമെൻ്റ് അല്ല, പുതിയ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എക്സാമ്പിളൊക്കെ നൽകുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. അതിനുശേഷം ഇൻകോപ്പറേഷനെ കുറിച്ച് നൽകുന്നത് INCയുടെ ഒരു ഫോം ഉണ്ട് 32, അത് ജസ്റ്റ് നോക്കുക. ഇതൊക്കെ ജനറൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. സ്പൈസ് പ്ലസിൻ്റെ ഒരു ഫോം ഒക്കെ ഉണ്ട്. കമ്പനി ഡോക്യുമെൻ്റ് ഇൻഫോർമേഷൻസ് സപ്ലൈ ചെയ്യണം എന്നൊരു ബേസിക് ഇൻഫോർമേഷൻസ് ഉണ്ട്. അതിനുശേഷം മെമ്മോറണ്ടത്തിൽ ആർട്ടിക്കിൾസിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യണം, നെയിം, അഡ്രസ്സ്, തമ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. നോട്ടറി ചെയ്യണം ഫോറിൻ ആണെങ്കിൽ. നെക്സ്റ്റ് ബിസിനസ് വിസയുടെ കാര്യം പറയുന്നുണ്ട്. ഫോറിനിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനൊരു ബിസിനസ് വിസയുടെ ആവശ്യമൊക്കെ ഉണ്ടെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് മെമ്മോറണ്ടത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്പെസിമെൻ മാത്രമാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രൊഫഷണൽസിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. പ്രൊഫഷണൽസ് സർട്ടിഫിക്കേഷൻ ചെയ്യണം. അതിനുശേഷം എന്താണ്, മാനേജറോ സെക്രട്ടറി ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാനും ഡിക്ലറേഷൻസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിക്ലറേഷനും ഫോം നമ്പറും നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഡിക്ലറേഷൻ ടു ദ സബ്സ്ക്രൈബേഴ്സ് എന്തിനെക്കുറിച്ചാണ് ഡിക്ലറേഷൻ നൽകുന്നത്? എന്താണ്? കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ത് സംബന്ധമായിട്ട്? കമ്പനിയുടെ പ്രൊമോഷൻ സംബന്ധമായിട്ട്, ഫോർമേഷൻ സംബന്ധമായിട്ട്, മാനേജ്മെൻറ്റ് സംബന്ധമായിട്ട് ഒരിക്കലും കൺവിക്ഷനോ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് ഫ്രോഡോ മിസ്ഫീസൻസോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 ആക്ടിലോ 1956 ആക്ടിലോ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു രീതിയിൽ എന്താണ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ആരാണ്? സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറണ്ടം ഇറ്റ്സെൽഫ് ദേ ആർ കോൾഡ് ആസ് ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ടിൽ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഒറിജിനൽ ഡയറക്ടേഴ്സ്. എത്ര വർഷം വരെയാണ്? ദേ കൻ കണ്ടിന്യൂ ടിൽ ദ എൻഡ് ഓഫ് ദ കമ്പനി, നോ വറീസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഡിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാൻഡേറ്ററി ആണ്. ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ ഇവർക്ക് വേറെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിലോ ഫേംസിലോ ഇവർക്ക് ഇൻട്രസ്റ്റ് ഇഫ് ദേ ആർ ആക്ടിങ് ആസ് എ മെമ്പർ ഓർ ഓണർ ഓർ ദ പാർട്ട്ണർ ദേ മസ്റ്റ് ഗീവ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദിയർ 2 ഫോം ആൻഡ് DR 12 അവരുടെ ഒരു കൺസെൻറ്റ് കൂടെ മേടിക്കാനുണ്ട്. ഐ എം റെഡി ടു ആക്ട് ആസ് എ ഡയറക്ടർ ആൻഡ് അതിനുശേഷം ഇലക്ഷനുകളൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഇവിടെ കമ്പനി തന്നെ ഇലക്ഷൻ ചെയ്യുകയാണ്. നെക്സ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് വെച്ച് പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, ജസ്റ്റ് ജനറലി വായിച്ചു വിട്ടാൽ മാത്രം മതി. നിങ്ങൾ അതിനെക്കുറിച്ച് അത്ര എന്താണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗ്ലോബൽ ലൊക്കേഷൻസ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല നമ്മൾ പറയുന്നത്. ഇവിടെ കുറച്ച് നിങ്ങൾക്ക് വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്. ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ടു റൈറ്റ് ദ സെയിം സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. INC 11 ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ. നെക്സ്റ്റ് ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ. ഇതേ ഫോർമാറ്റ് ആവണം നിർബന്ധം തന്നെ ഇല്ല. ഈ ഒരു സൈഡിലെ പൂക്കളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 2013 ആക്ട് പറയും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ it is considered as your company got incorporated. No one can question the incorporation. അതായത് no one can question the validity of your company. അതായത് നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ആർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ആർ ഇന്ത്യൻ സിറ്റിസൺ ടിൽ നൗ. സംതിങ് വിൽ ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, എനിവേ കറൻ്റ്ലി യു ആർ എൻ ഇന്ത്യൻ സിറ്റിസൺ സെയിം ആസ് ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ABC എന്നൊരു കമ്പനി ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ A4 എന്നൊരു കമ്പനിയുണ്ട്. ഇപ്പോൾ A4 എന്നൊരു കമ്പനിക്ക് നിങ്ങളുടെ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ പൂക്കളുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യുവർ കമ്പനി ഗോട്ട് ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ കൺക്ലൂസീവ് എവിഡൻസ്. അതിനേക്കാളും മുകളിൽ നമ്മൾ പണത്തിന് വെളിയിൽ പരുന്ന് മറക്കില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതിനൊന്ന് മാറ്റി 2013 എന്താണ് ചെറുതായിട്ടൊന്ന് മാറ്റി. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തപ്പോൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫ്രോഡുലന്റ് ഡോക്യുമെൻ്റ് ആണെന്ന് വെച്ചോ. അതായത് രജിസ്റ്റേർഡ് ഓഫീസ് ഇല്ലാത്തൊരു രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് മരിച്ച ഒരാളുടെ പേരിൽ ആധാർ കാർഡ് ഉണ്ടാക്കി ഇതെല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്ത് എങ്ങനെയാണ്? ഫ്രോഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് MCAക്ക് ഒന്നും അറിയത്തില്ല, MCAനെ ഞാൻ വഞ്ചിച്ചു, എനിക്ക് എന്ത് കിട്ടി? ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഈ സിനാരിയോ ആലോചിച്ച് നോക്കിയേ,
എൻ്റെ കയ്യിലുള്ളത് കൺക്ലൂസീവ് എവിഡൻസ് ആണോ? അല്ല. കാരണം ഞാനത് നേടിയെടുത്തത് ശരിയായ രീതിയിലല്ല. എങ്ങനെ നേടിയെടുത്തോ? അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെച്ചോ. പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. എങ്ങനെ റിലേറ്റഡ് വരാം? അവിടെ നേരെ താഴേക്ക് വിടും. ഇതൊരു സിന്നിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്ത് നോക്കുക, MCQനും ഈ സിന്നിൻ്റെ ഓർഡർ ആദ്യത്തെ 2 പിന്നെ 4 എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റിൽ നെക്സ്റ്റ് 5 ഡിജിറ്റ് ഇത് ഇൻഡസ്ട്രി കോഡാട്ടോ. ഇൻഡസ്ട്രി കോഡാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മെറ്റീരിയൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് മെറ്റീരിയൽ ഫോളോ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ തൊട്ടാണ് കോൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾ ഫോൾസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് നിങ്ങളുടെ കമ്പനി ഇൻകോപ്പറേഷൻ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊടുക്കാതിരുന്നിട്ട് നിങ്ങൾ ഇൻകോപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് ഫ്രോഡ്. ഓക്കെ, ഫ്രോഡ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ആൾറെഡി ഇൻകോപ്പറേഷൻ പോസ്റ്റ് ഇൻകോപ്പറേഷന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഫോൾസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സപ്രൈസിങ് എനി ഫ്രോഡുലന്റ് ആക്ഷൻ ആണെങ്കിലും ഫ്രോഡ് തന്നെയാണ്. പക്ഷെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശിക്ഷാ നടപടികളുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ രീതിയിലാണ് പെടുന്നുണ്ടോ? റെഗുലേഷൻ ഓഫ് ദ മാനേജ്മെന്റ്. അപ്പോൾ ഈ പറഞ്ഞ 4 പ്രോസസ്സും എന്താണ്? വളരെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. പ്രോസസ്സ് ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചോ. എന്തൊക്കെയാണ്? റെഗുലേഷൻ ഓഫ് ദ മാനേജ്മെന്റ് ചെയ്യും. അതേപോലെ തന്നെ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആക്കും. കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനിയുടെ പേര് എന്താണ്? വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 പോയിന്റ് ഓർത്ത് വെക്കുക. ഈ 4 പോയിന്റ് ഓർത്ത് വെക്കുക. അതിനുശേഷം അതിനൊരു അഡീഷണൽ പോയിന്റ് മാത്രമാണ്, ഇങ്ങനെ റെഗുലേഷൻ ചെയ്യുന്നേക്കാൾ മുമ്പ് അൺലിമിറ്റഡ് പറയുന്നേക്കാൾ മുമ്പ് കമ്പനിക്ക് എന്താണ് ഒരു പറയാനൊരു അവസരം കൊടുക്കുക. അതേപോലെ തന്നെ ചുമ്മാ പൂട്ടിപ്പോക്ക് വാങ്ങുന്നത് പറയുമൊന്നുമല്ല. ചിലപ്പോൾ എന്താണ് ഒരുപാട് കോൺട്രാക്റ്റും കാരണം പെൻഡിങ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ട്രൈബ്യൂണൽ ഓർഡർ പറയണം. അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി NCL എന്താണെന്ന് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ 8 കമ്പനി. ഇവിടെ സെക്ഷൻ 8 കമ്പനി നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനും അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കുന്ന രീതി അപ്ലിക്കേഷൻ ആണെങ്കിലും ഉത്തരം പലപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഒന്നാമത്തെ ഓർത്ത് വെക്കേണ്ട കാര്യം, ചില പവേഴ്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് അതിനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് ചെയ്ത് വെക്കുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം? സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ ആണ്. സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി ഒക്കെയാണ്. പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? തങ്ങളുടെ ഇറ്റ്സ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൊഹിബിഷൻ ഓഫ് ഡിവിഡൻഡ് ആണ്. മുന്നോട്ട് നമ്മൾ ഡിവിഡൻഡിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേഴ്സണും ക്രിയേറ്റ് ചെയ്യാം അസോസിയേഷൻ, പക്ഷേ പേഴ്സൺ ഈസ് നോട്ട് അലൗഡ് ആണ്. കാരണം 1% കമ്പനിക്ക് സെക്ഷൻ 8 കമ്പനി ആകാൻ പറ്റില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷൻ അവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് നൽകുന്ന റീജിയണൽ ഡയറക്ടർ, ലൈസൻസ് നൽകുന്ന രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. ലൈസൻസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നോട്ട് ചെയ്ത് വെക്കുക. അപ്ലിക്കേഷൻ ഇവിടെ ചെയ്ത സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഒരു കാര്യം മാത്രം എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ സെക്ഷൻ 8 കമ്പനിക്ക് ലൈസൻസ് കിട്ടാൻ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത 3 വർഷത്തിൽ നിങ്ങൾക്കുള്ള എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ ആനുവൽ ഇൻകമും എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് നോട്ട്. എസ്റ്റിമേറ്റഡ് ആണ്. ഇന്ന ഇൻകം വരാൻ സാധ്യതയുണ്ട്, ഇന്ന രീതിയിലുള്ള എക്സ്പെൻസസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം നിങ്ങൾ എന്താണ് കൊടുത്താൽ മതി. എക്സാക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കൂലേ ഇങ്ങനെ പഠിച്ചാൽ പാസ്സാവും. ആ രീതിയിൽ തന്നെ. ഓക്കെ, ക്ലിയർ ആയിട്ട് കൊടുത്തു വെക്കുക. ഇനി ആൾട്ടറേഷൻ ആണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മെമ്മോറാണ്ടം ആൾട്ടറേഷൻ ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്, ആർട്ടിക്കിൾസും സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ എന്താണ് പ്രൈം മിനിസ്റ്ററിന് കത്തയക്കുമല്ല. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മോറാണ്ടം ആൾട്ടർ ചെയ്യാൻ ആരുടെടുത്താണ് പവർ? റീജിയണൽ ഡയറക്ടേഴ്സ്. ഏത് കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? സെക്ഷൻ 8 കമ്പനിയെ കുറിച്ചാണ്, സാധാ കമ്പനിയെ കുറിച്ചല്ല. ഇനി ആർട്ടിക്കിൾസ് ആണ് അമെൻഡ് ചെയ്യുന്നതെങ്കിലോ, അമെൻഡ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾസ് ആൾട്ടറേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും. ഒരു കാര്യം എന്താണ്? ആഡ് ചെയ്യാനും, ഉള്ള കാര്യം ഡിലീറ്റ് ചെയ്യാനും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും എല്ലാം നമ്മൾ ROCയുടെ കൺഫർമേഷൻ. അപ്പോൾ ROCക്ക് മേടിക്കുന്ന ആരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാ? സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് നോട്ട് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. നെക്സ്റ്റ് കൺവേർഷൻ ചെയ്യാൻ പറ്റും. അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം നമുക്കൊരു സെക്ഷൻ 8 കമ്പനിയിൽ നിന്നും. അപ്പോൾ ഈ കൺവേർഷൻ ഒന്ന് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് ഇൻഡയറക്റ്റ് എങ്ങനെ ചോദിക്കും? ABC എന്ന് പറയുന്നത് ഒരു സെക്ഷൻ 8 കമ്പനി ആയിരുന്നു, അസോസിയേഷൻ, ഇന്ത്യ ക്ലബ് ആയിരുന്നു, അസോസിയേഷൻ ആയിരുന്നു, അവരിപ്പോൾ പ്രോഫിറ്റിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നു, അഡ്വൈസ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്. അങ്ങനെ ചോദിക്കുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ 102 പാസ്സാക്കണം. നെക്സ്റ്റ് റീജിയണൽ ഡയറക്ടറിനാണ് കൺവേർഷൻ അപ്ലിക്കേഷൻ INC 18 ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക.
നമ്മൾ പോസ്റ്റിലൂടെ അയക്കണം. ഈ പറഞ്ഞ ആർക്കൊക്കെ നമ്മൾ എന്താണെന്നുണ്ടോ ഹാൻഡ് ഡെലിവറിയിലൂടെയോ പോസ്റ്റിലൂടെയോ നമ്മൾ റീജിയണൽ ഡയറക്ടറിനെ അറിയിക്കുന്നതിൻ്റെ കൂടുതൽ ഇവരെയൊക്കെ അറിയിക്കണം. ചീഫ് ഇൻകം ടാക്സ്, കാരണം നമുക്ക് സെക്ഷൻ 8 കമ്പനി ആയതുകൊണ്ട് ഒരുപാട് ടാക്സ് എക്സംഷൻസ് ഒക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ടാകും. പിന്നെ എന്താണ് ചാരിറ്റി കമ്മീഷണേഴ്സ് ഉണ്ടാവും, ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, ഇവർക്കെല്ലാം നമ്മൾ എന്താണ് അയച്ചു കൊടുത്തിരിക്കണം. ഇനി സെക്ടറിലാണെങ്കിൽ സെക്ടർ നമ്മൾ അയച്ചു കൊടുക്കണം. നെക്സ്റ്റ് ഇൻറ്റിമേഷൻ കൊടുക്കണം, നമ്മൾ രജിസ്ട്രാറിനും കൊടുക്കണം INC 18. ഓക്കെ. നെക്സ്റ്റ് എന്താണ് പബ്ലിഷ് ചെയ്യണം. കുറച്ച് വലിയ പ്രൊസീജിയറാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് എഴുതാൻ പറ്റും. വെർനാക്കുലറിലും ഒരു ഇംഗ്ലീഷിൽ എന്താണ് കൊടുക്കുക, വെബ്സൈറ്റിലും പരസ്യപ്പെടുത്തുക. അതിനുശേഷം കമ്പനിയുടെ എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആനുവൽ റിട്ടേൺസും അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ് കൺവേർഷൻ അപ്രൂവൽ കിട്ടുന്നു. റിജക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്രൂവൽ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, റിജക്ഷൻസ് ആണെങ്കിൽ കമ്പനിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ പറയുന്നതിന് അവസരം കൊടുത്തിരിക്കണം. ഓൺ റിസീപ്റ്റ്, അത് ഒരു സ്പെഷ്യൽ ലിസ്റ്റ് നമ്മൾ പാസ്സാക്കുന്നതിന് വേണ്ടിയാണ്, കൺവേർഷന് വേണ്ടിയാണ്. ഇനി എന്താണ് നമ്മൾ മെമ്മോറണ്ടം ആർട്ടിക്കിൾസും ആൾട്ടർ ചെയ്യണം അല്ലേ, നമ്മൾ പേര് മാറ്റണം, നമ്മളുടെ എന്താണ് ഒബ്ജക്റ്റ് മാറ്റണം, അതിന് ഇനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കണം. അങ്ങനെ 2 സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു കമ്പനിയിൽ നിന്നും ആൾട്ടറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺവേർഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം ഓക്കെ ആണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, നോൺ പ്രോഫിറ്റിൽ നിന്നും പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് പുതിയൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, നിങ്ങൾക്ക് ഷോർട്ടായിട്ട് കുറച്ച് എഴുതാൻ പറ്റും. ഇവിടെ ഈ ബോൾഡായിട്ട് നൽകിയിരിക്കുന്നത് 2 കാരണം കൊണ്ട്, ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും, രണ്ടാമത്തെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരികയും അവിടെ നിങ്ങൾ അതിനൊരു അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യണം. അതാണ് ഹൈലൈറ്റ് ആയിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെന്താണ് അത് നമ്മൾ യൂസ് ചെയ്തേ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. റിവോക്കേഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് ലൈസൻസ്. ആൾറെഡി നമ്മൾക്ക് ഇഷ്യൂ ചെയ്ത ലൈസൻസ് ചില സമയത്ത് എന്താണ് ക്യാൻസൽ ചെയ്യപ്പെടും. ഏതൊക്കെ സാഹചര്യങ്ങളാണ്, കമ്പനി എന്താണ് ഈ പറഞ്ഞ ആക്ടിൻ്റെ അണ്ടറിലുള്ള എന്തെങ്കിലും കാര്യം, ഇപ്പോൾ നമ്മൾ എന്താണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് അല്ലാതെ വേറെ പർപ്പസിന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്പോർട്സിന് കൂടെ ആർട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമൊന്നുമില്ല, ചുമ്മാ ഒരു സെക്ഷൻ 8 കമ്പനി. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, നമ്മുടെ ലൈസൻസ് അങ്ങോട്ട് റിവോക്ക് ചെയ്യും. സോ അപ്പോൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. ഇവിടെ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് ഇവിടെ റീസൺ ഫോർ റിവോക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റിവോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുമോ, ഇല്ല. ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് വൺ. നമ്മൾക്കറിയാം സെക്ഷൻ 8 കമ്പനി നമ്മൾ ഒരിക്കലും പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ യൂസ് ചെയ്യില്ല, അസോസിയേഷൻ ഫെഡറേഷനോ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റഡോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി ഇങ്ങനെ ആഡ് ചെയ്യുന്നേക്കാൾ മുമ്പ് കമ്പനിക്ക് സംസാരിക്കുന്ന അവസരം കൊടുക്കും. ഇതൊരു മാൻഡേറ്ററി ഓർഡറാണ്, വോളണ്ടറി അല്ല. ലൈസൻസ് റിവോക്ക് ചെയ്ത സെൻട്രൽ ഗവൺമെൻറ് എടുത്ത് പല പവേഴ്സും ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യും, കമ്പനീനെ വൈൻഡിങ് അപ്പ് ചെയ്തിട്ട് അസറ്റും കാര്യങ്ങളും ഒക്കെ അനദർ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കേട്ടോ, അനദർ കമ്പനി എന്ന് പറയുമ്പോൾ അനദർ കമ്പനി സെക്ഷൻ 8 തന്നെ ആയിരിക്കണം ആൻഡ് ഒബ്ജക്റ്റീവ് സിമിലർ ആയിരിക്കണം. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സെക്ടറിലുള്ള സെക്ഷൻ 8 കമ്പനി എന്തെങ്കിലും ഫ്രോഡലൻറ്റ് ആക്ടിവിറ്റി ചെയ്താൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ്സും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കും, ഇനി ഒരു സ്പോർട്സ് ചെയ്യുന്ന സെക്ഷൻ 8 കമ്പനിയിലേക്കായിരിക്കും. ഓക്കെ, എന്താണ് ബാക്കി അതിന് പൈസ ഉണ്ടെങ്കിൽ എന്താണ് ഈ നമുക്കൊരു ഫണ്ടുണ്ട്, ഇൻസോൾവൻസി ബാങ്ക്രപ്സി ഫണ്ടുണ്ട്. ആ ഫണ്ടിലേക്ക് എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്താണ് എല്ലാ എമൗണ്ടും നമ്മൾ മൈനസ് ചെയ്തിട്ട് എന്താണ് പ്ലസ് ചെയ്ത് നമ്മൾ ആ ഒരു ഫണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ് ഒന്നും നടന്നില്ലെങ്കിൽ അമാൽഗമേഷൻ ചെയ്യും. മറ്റേത് അസറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റേ കമ്പനിനെ വൈൻഡിങ് അപ്പ് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എ കമ്പനിയും ചിലപ്പോൾ ബി കമ്പനി എന്താണ് ഒരുമിക്കും, അമാൽഗമേഷനും ചെയ്യും. പക്ഷേ കമ്പനി എന്തായിരിക്കണം, സെയിം കമ്പനി ആയിരിക്കണം. ഈ സെക്ഷനിലുള്ള ഒരു സെക്ഷൻ 8 കമ്പനിയും പ്ലസ് ഒബ്ജക്റ്റ് എന്തായിരിക്കണം, സിമിലർ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഈ 2 കമ്പനി അമാൽഗമേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എല്ലാ പ്രൊവിഷൻസ് ഇവിടം വരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യും. എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യും, പ്രോപ്പർട്ടി, ഡ്യൂട്ടീസ്, ഇൻട്രസ്റ്റ്, റൈറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം പെനാൽറ്റികൾ നോട്ട് ചെയ്ത് വെക്കുക. പെനാൽറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കും. ഇംപ്രിസൺമെൻറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കുക. എന്നുവെച്ചാൽ 447 ഇംപ്രിസൺമെൻറ്റ് ഇല്ലെന്നല്ല പറയുന്നത്, അവിടെ ഇംപ്രിസൺമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഡയറക്റ്റായിട്ട് ഫൈനാണ് 1 കോടി രൂപ വരെയും കമ്പനിക്കും 25 ലക്ഷം വരെയും എവറി ഓഫീസർ ഇൻ ഡിഫോൾട്ട്. കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ എവറി ഓഫീസർ ഇൻ ഡിഫോൾട്ട്, എവറി ഓഫീസർ ഫസ്റ്റ് ഓഫ് ഓൾ, നെക്സ്റ്റ് ഹു ഈസ് ഇൻ ഡിഫോൾട്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് ഫസ്റ്റ് ഓഫ് ഓൾ വരും.
ഇല്ലേ നിങ്ങൾ പ്രൂവ് ചെയ്യണം എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി ഒരു സമ്മറിയാണ്, അതിനുശേഷം ചില കാര്യങ്ങൾ അപ്ലിക്കബിൾ ആകില്ല. ഇത് നമ്മൾ മുന്നോട്ട് നോക്കാം. 14 ഡേയ്സിൻ്റെ നമ്മുടെ AGMൻ്റെ കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഒരു സെക്ഷൻ 8 കമ്പനി പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ആകാം. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനി മിനിമം 2 ഡയറക്ടേഴ്സ് എന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഇതൊന്നും അപ്ലിക്കബിൾ അല്ല. ആർക്ക്? സെക്ഷൻ 8 കമ്പനിക്ക്. നെക്സ്റ്റ് കുറച്ച് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റിയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓഡിറ്റ് കമ്മിറ്റി അങ്ങനെ കുറച്ച് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബേസിക് എഫക്റ്റ് ആണ്. ഇത് നമ്മൾ സെക്ഷൻ നമ്പർ 14 LLPയിലും പഠിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ എന്താണ്, കമ്പനിക്ക് എന്താണ് ഈ ആക്ടിലുള്ള സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, പിന്നെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി, എല്ലാ ഫീച്ചേഴ്സും അവർക്ക് കിട്ടും. പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്, അങ്ങനത്തെ ചെറിയ ജനറൽ കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന സംഭവം തന്നെയാണ്. അതിനുശേഷം മെമ്മോറണ്ടം ആണ്. ക്ലോസസ് നോക്കുക, ഏതാ ക്ലോസസ് ഉണ്ട്? നെയിം ക്ലോസസ് ഉണ്ട്, സിറ്റുവേഷൻ ക്ലോസസ് ഉണ്ട്, സ്റ്റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, ഒബ്ജക്റ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, അസോസിയേഷൻ, നോമിനേഷൻ ക്ലോസ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക വളരെ കൃത്യമായിട്ട്. ഇതിൻ്റെ ഓർഡർ പല പിള്ളേർക്കും അറിയത്തില്ല. എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിക്കേ ഉണ്ടോ? നെയിം, സിറ്റുവേഷൻ, ഒബ്ജക്റ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇത് രണ്ടും എക്സ്ട്രാ ആണ്. ഇത് എന്താണ്? സ്പെസിഫിക്കലി ഡ്രാഫ്റ്റഡ് ഇൻ കേസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. സ്പെസിഫിക്കലി ഡ്രാഫ്റ്റഡ് എന്ന് പറയുമ്പോൾ അത്രമാത്രം സ്പെസിഫിക് എല്ലാ കമ്പനീസും ചെയ്യും. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നോമിനേഷൻ ക്ലോസ് ഉണ്ട്. അത് നോമിനിനെ കുറിച്ച് മാത്രം ഡീറ്റെയിൽസ് മാൻഡേറ്ററി ആയിട്ട്. ഇനി നെയിം ക്ലോസ് ആണ്. നെയിം ക്ലോസ് നമ്മൾ എന്താ എൻ്റർ ചെയ്യുന്നത്? പബ്ലിക് ആണെങ്കിൽ ലിമിറ്റഡ്, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ P(LTD) യൂസ് ചെയ്യും. സെക്ഷൻ 8 കമ്പനിക്ക് ഈ ക്ലോസ് അപ്ലിക്കബിൾ അല്ല. നമ്മൾ അസോസിയേഷൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. റിസർവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു പ്രാവശ്യം റിജക്റ്റ് ചെയ്താൽ റീസബ്മിഷൻ ചെയ്യാൻ പറ്റും വിത്തിൻ 15 ഡേയ്സ് എന്നൊരു കോൺസെപ്റ്റിൽ. നെക്സ്റ്റ് ഇവിടെ നോക്കുക, റിസർവേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. റിസെമ്പിൾ ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പേരിടുമ്പോൾ ശ്രദ്ധിക്കുക, സെയിം ആകാൻ പാടില്ല, ടു നിയർലി സാമ്യം ഉണ്ടാകാനും പാടില്ല. എന്താണ്? സെയിം ആകാനും പാടില്ല. വളരെ അടുത്ത ഒരു റിസെമ്പിൾ എന്താണ്? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്തിൻ്റെ? എക്സിസ്റ്റിംഗ് കമ്പനിയുടെയോ പ്രീവിയസ് കമ്പനിയിലോട് അണ്ടർ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, അതായത് 2013 അണ്ടറിലോ 1956 അണ്ടറിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയുടെ സെയിം പേരോ സാമ്യമുള്ള പേരോ ആകാൻ പാടില്ല. നെക്സ്റ്റ് ഒരു ഒഫെൻസ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമ്മോറൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഡിവോഴ്സ് ഈസി എക്സാമ്പിൾ പറയുന്നതാണ്. കാരണം എന്താണ്? ഡിവോഴ്സ് എന്നല്ല, കാരണം ഗവൺമെൻറ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പുതിയ കമ്പനി തുടങ്ങിയിട്ട് പറയാണ് ഈസി ഡിവോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതൊക്കെ ഇമ്മോറലാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നെക്സ്റ്റ് അൺഡിസൈറബിൾ. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇതും സെയിം ആസ് മൊറാലിറ്റിയിൽ വരുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഐസിസ് അല്ലെങ്കിൽ അൽ ഖ്വയ്ദ അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ചില പേരിലിടുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? അയ്യോ അത് ശരിയല്ല. ആരുടെ ഒപ്പീനിയൻ പ്രകാരം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രക്ഷാകര ദൗത്യത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ, ദ പ്രസിഡൻറ്റ് ഹോട്ടൽ, അങ്ങനെയൊക്കെ സംഭവം എന്താണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് റെപ്രസെൻറ്റ് എ പേഴ്സൺ. ഓക്കെ. ഇനിയും എന്താണ്? രക്ഷാകര ദൗത്യം, ഫോർ എക്സാമ്പിൾ ഒരു ആർമി, നേവി അല്ലെങ്കിൽ എന്താണ് എഗെയിൻസ്റ്റ് ഇന്ത്യ, അങ്ങനെയൊക്കെ രക്ഷാകര ദൗത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ. ഇനി കുറച്ച് ജനറൽ നെയിമാണ് സാർ, ഇതൊക്കെ പഠിക്കണമെന്ന് സാർ, ഇതൊക്കെ സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വിട്ടാരെ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിസെമ്പിൾ? സാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ, പ്ലൂറൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നോക്കണേ. ഇപ്പോൾ നമ്മൾ ABC എന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതും റിസെമ്പിൾ ആണ്. ചിലതല്ല, ചിലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്, നോട്ട് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും വേർതിരിച്ചൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. നെക്സ്റ്റ് റിസർവേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് 20 ഡേയ്സ് റിസർവേഷൻ ചെയ്യാം. ഇനി എക്സിസ്റ്റിംഗ് കമ്പനി ചേഞ്ചസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി 60 ഡേയ്സ് ചെയ്യാം. ഇനി 20 ഡേയ്സ് മാത്രമല്ല കേട്ടോ, നമ്മളിതിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ 1000 rupees ആണ്. ഇത് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു 20 ഡേയ്സിലേക്ക് 1000 rupees പിന്നെയും കൊടുക്കുക. ഇനി ഒരു 20 ഡേയ്സ് പറ്റും 2000 rupees കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എന്താണ് 1000 ആദ്യത്തെ 20 ഡേയ്സിന് കൊടുക്കുന്നു, പിന്നെ അതിനുശേഷം 3000 കൊടുത്തിട്ട് നെക്സ്റ്റ് 40 ഡേയ്സിലേക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 1000 + 2000 കൊടുത്തിട്ട് 20 + 20യും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം 60 ദിവസം വരെ പേര് നിങ്ങളുടെ ആയിരിക്കും. അതിനുള്ള ലിങ്ക് ഓപ്പറേഷൻ നിങ്ങൾ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര് എന്താണ്? ക്യാൻസൽ ചെയ്യും. ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് ബീൻ ഇൻകോപ്പറേറ്റഡ് ദ റിസർവ് നെയിം ഷാൽ ബി ക്യാൻസൽഡ്. ഓക്കെ. ആൻഡ് പെനാൽറ്റി ഉണ്ട്, കാരണം ആരെ മെനക്കെടുത്തി? നമ്മൾ MCA മെനക്കെടുത്തി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ.
നെക്സ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എന്താണ്, ഇഫ് ദ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി, ഇൻകോപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് 3 മാസത്തിനുള്ളിൽ നമ്മൾ എന്താണ് മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പേര് വെട്ടിക്കളയും, സ്ട്രൈക്ക് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യും. ഓക്കെ, ഓർത്ത് വെക്കുക. എങ്ങനെ, ഇവിടെ നോക്കുക, എപ്പോഴാണ് നോക്കി, ചുമ്മാ പേര് റിസർവ് ചെയ്തില്ല, ഫർണിഷിങ് റോങ് ഓർ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസ്. എന്താണ് എക്സാമ്പിൾ നൽകിയിട്ടുള്ളത് കണ്ടോ, അനിൽ ദേശായി തൻ്റെ പേരില്ല ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ആരെ പറ്റിച്ചു, MCAനെ പറ്റിച്ചു. പാവം, MCA ചതിക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും, MCA പെനാൾട്ടി കൊടുത്തു. നെക്സ്റ്റ് രണ്ടാമത്തെ സിറ്റുവേഷൻ ക്ലോസ്. ഈ സിറ്റുവേഷൻ ക്ലോസ് പല പല സ്ഥലത്തും റിപ്പീറ്റഡ്ലി എന്താണ് വന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യിച്ചു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എൻ ഓഫീസ്. ചുമ്മാ അഡ്രസ്സ് എന്ന രീതിയിലല്ല, 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ഡൊമസിൽ, ഈ രജിസ്റ്റേർഡ് ഓഫീസ് ഇപ്പോൾ കേരളം, അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി. നെക്സ്റ്റ്, കോടതിയുടെ പരിധി, ROCയുടെ പരിധി, റീജിയണൽ ഡയറക്ടറിൻ്റെ പരിധി. ഓക്കെ, ടാക്സേഷൻ്റെ പരിധി എവിടെ വരുന്നു. ഇനി ഈ രജിസ്റ്റേർഡ് ഓഫീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബുക്സ് എല്ലാം കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമ്മൾ ഈ അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. ഒബ്ജക്റ്റ് ക്ലോസ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയലൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ്. ഒരിക്കലും കമ്പനി എന്താണ് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയാത്തൊരു കാര്യം കമ്പനി ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു പക്ഷേ കമ്പനി എന്താണ് ഒബ്ജക്റ്റ് ക്ലോസിന് ബിയോണ്ട് ചെയ്താൽ ഇറ്റ് ഈസ് അൾട്രാ വൈറസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ആൾവേസ് വോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം അൾട്രാ വൈറസ് ആയാൽ ഇറ്റ് കൻ നോട്ട് ബി റാട്ടിഫൈഡ് ഈവൻ ബൈ ദ അസെന്റ് ഓഫ് ഹോൾ. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ വേണ്ടാത്തത്, ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, ഷെയർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളിപ്പോൾ SBIയിൽ നിന്നും ഒരു ലോൺ എടുത്തു. നിങ്ങൾ SBIയിൽ നിന്നും 1 ലക്ഷം രൂപ ലോൺ എടുത്തപ്പോൾ പറഞ്ഞത് നിങ്ങൾ എഡ്യൂക്കേഷൻ ബിസിനസ് ചെയ്യുകയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ ലോൺ എടുത്തിട്ട് നിങ്ങൾ പച്ചക്കറി ബിസിനസ് ചെയ്താൽ SBIയോട് പറയാതെ നിങ്ങൾ വേറൊരു ബിസിനസ് ചെയ്യുന്നില്ലേ. ശരിക്കും വന്ന എഡ്യൂക്കേഷനേക്കാൾ ലാഭമാണ് പച്ചക്കറി എങ്കിലും വേണ്ട, നിങ്ങളത് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സെൻസിലും ഇതൊരു കമ്പനിയുടെ വളർച്ചേനെ തടയുന്നതാണ്. ഇപ്പോൾ ഭാവിയിലൊക്കെ ഇപ്പോഴും വല്ല റിലവൻസ് ഒന്നുമില്ല, കാരണം നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഒബ്ജക്റ്റ് ലോസ് ഒക്കെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് പറയുന്നതാണ്, ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് എഴുതണം, ഡോക്ടർ അൾട്രാ വൈറസ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എഴുതണം, പിന്നെ നമ്മൾ ഇത് എഴുതണം. കമ്പനിക്ക് എന്താണ് മാറി സഞ്ചരിക്കാൻ പറ്റത്തില്ല, ഒരു കാരണം വെച്ചാലും പറ്റത്തില്ല. ഓക്കെ, പക്ഷെ എന്താണ് കമ്പനിയുടെ മെമ്മോറണ്ടത്തിന് എഗെയിൻസ്റ്റ് സഞ്ചരിച്ചാൽ മാത്രമാണ് അൾട്രാ വൈറസ്. പക്ഷെ കമ്പനിയുടെ ആർട്ടിക്കിൾസിന് എഗെയിൻസ്റ്റ് ആണെങ്കിലോ മെമ്മോറണ്ടത്തിന് താഴെയാണെങ്കിലോ അത് ഇൻട്രാ വൈറസ് ആണ്. അപ്പോൾ നമ്മളുടെ അൾട്രാ അല്ലെങ്കിൽ ബിയോണ്ട് പവർ എന്ന് പറയുമ്പോൾ എന്തിനാണ്, മെമ്മോറണ്ടത്തിനെ ബ്രീച്ച് ചെയ്താൽ മാത്രമാണ്. കാരണം നമ്മൾക്ക് ദിസ് ഈസ് കമ്പനീസ് ആക്ട്. ഓക്കെ, അതിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതിൻ്റെ അണ്ടറിലാണ് നമുക്ക് എന്ത് വരുന്നത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇതിൻ്റെ അകത്താണെങ്കിൽ നോ വരീസ്. നമ്മൾ പറയുന്നതാണ് മെമ്മോറാണ്ടത്തിന് മുകളിൽ പോയിട്ടുണ്ട്, കമ്പനീസ് ആക്ടിന് മുകളിൽ പോയി ഒന്നും വാലിഡ് അല്ല. മെമ്മോറാണ്ടത്തിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിലോ, ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് വെച്ചിട്ട് നിങ്ങൾ വെജിറ്റബിൾ വെൻഡിങ് ചെയ്ത് പോയാൽ എഡ്യൂക്കേഷൻ ആണെന്ന് എവിടെയാണ് പറയുന്നത്, മെമ്മോറാണ്ടത്തിൻ്റെ ഒബ്ജക്റ്റ് ക്ലോസിലാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തോ, ആദ്യം നിങ്ങൾ വെജിറ്റബിൾ നിന്ന് മാറ്റുക, എന്നിട്ട് പൊക്കോ. എന്തിനാ മാറ്റുന്നേക്കാൾ മുമ്പ് പോകുന്നത്? കാരണം മെമ്മോറാണ്ടം എന്ന് പറയുന്നത് പബ്ലിക് ഡോക്യുമെന്റാ, പബ്ലിക്കിന് എന്തേ അറിയത്തുള്ളൂ. ഈ ബാങ്ക് എന്ന് പറയുന്നത് പബ്ലിക്കാണ്, ആ പബ്ലിക്കിന്റെ കയ്യിൽ ഏത് ഡോക്യുമെന്റേ ഉള്ളൂ, ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ ഡോക്യുമെന്റേ ഉള്ളൂ. നിങ്ങൾ വെജിറ്റബിളിലേക്ക് മാറിയത് ആർക്കറിയില്ല. നിങ്ങളത് ROCക്ക് ഫയൽ ചെയ്താൽ മാത്രമേ ആർക്കറിയത്തുള്ളൂ, പബ്ലിക്കിന് അറിയത്തുള്ളൂ. ബിക്കോസ് ആസ് പെർ 399 മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഈസ് എ പബ്ലിക് ഡോക്യുമെന്റ്. If you make the changes, unless until you inform to the register, there is no way with the public to know about the changes. Okay, clear ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് പറഞ്ഞാൽ ഏറ്റവും വലിയ കേസിലുണ്ട് എന്താണ്, റീഷ് കമ്പനി ലിമിറ്റഡ്, ആഷ്ബറി റെയിൽവേ കാരേജ് വേഴ്സസ് അയൺ. റീഷ് കമ്പനി ലിമിറ്റഡ് ഒരു കേസ് അവിടെ പറയും. റിച്ചി എന്നൊക്കെ നമ്മൾ പറയും, റീഷ് കമ്പനി നമ്മൾ പറയും. ഓക്കെ, ഇറ്റ്സ് എ കമ്പനിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതാണ് ഫേമസ് കേസ് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫേം ആണ്, നോട്ടീസ് ചെയ്ത് നോക്കുക. കേസ് ലോസ്, നിങ്ങൾക്ക് കേസ് എല്ലാം അറിയത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കമ്പനിയുടെ പേരെങ്കിലും ജസ്റ്റ് എന്താണ്, കേസ് ലോസിൻ്റെ പേരെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇറ്റ് ഈസ് ഗ്രേറ്റ് ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ കേസ് ലോസ് എല്ലാം മൊത്തത്തിൽ ലേശം ബുദ്ധിമുട്ടാണ്. എഫക്റ്റ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻജങ്ഷൻ ചെയ്യാൻ പറ്റും. ഇൻജങ്ഷൻ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ
പൈസ റിസീവ് ചെയ്തു, അൾട്രാ വൈറസ് പൈസ റിസീവ് ചെയ്തു. കമ്പനി അത് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കൊടുത്ത ക്രെഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻജങ്ഷൻ ഓർഡർ ചെയ്യാൻ പറ്റും. ഇൻജങ്ഷൻ ഓർഡർ അയാളല്ല ചെയ്യുന്നത്, കോടതിയിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇനി വേറൊരു കോൺസെപ്റ്റ് സബ്രോഗേഷനാണ്. സബ്രോഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ A4 എന്നൊരു കമ്പനി എക്സ് എന്ന് പറയുന്ന ആളും വൈ എന്നൊരാളും വൈയുടെ അടുത്ത് നിന്നും 5 ലക്ഷം രൂപ മേടിച്ചിട്ട് എക്സിന് 5 ലക്ഷം രൂപ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ 5 ലക്ഷം രൂപ മേടിക്കാൻ കമ്പനിക്ക് അധികാരമില്ല. സോ അൾട്രാ വൈറസ് ആണ്. അപ്പോൾ ഒരിടത്ത് പൈസ മേടിച്ചിട്ട് മറ്റേ ആൾ കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വൈക്ക് പൈസ തിരിച്ചു കിട്ടുമോ? ഒരിക്കലും പൈസ തിരിച്ചു കിട്ടില്ല. ബിക്കോസ് അൾട്രാ വൈറസ് ട്രാൻസാക്ഷൻ ഈസ് വോയിഡ് ആണ്. പക്ഷെ ഇപ്പോൾ വൈ പറയുകയാണ്, ഒരു കാര്യം ചെയ്തു, വൈ കോടതിയിൽ അപ്ലൈ ചെയ്തിട്ട് പറയുകയാണ്, എന്തായാലും എൻ്റെ പൈസ മേടിച്ചിട്ടല്ലേ എക്സിൻ്റെ പൈസ കൊടുത്തത്, ഇനി എക്സ് ഇല്ലല്ലോ, ഇനി ആ സ്ഥാനത്ത് ആരെ വെച്ചോ? എന്നെ വെച്ചോ. ഇത് കോടതിയുടെ ഒക്കെ നിർദ്ദേശം വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ when a person step into the shoes of another, ഇത് ഫൗണ്ടേഷൻ പഠിച്ചവർക്ക് അറിയാം, നമ്മൾ ഈ ഷുവർട്ടിയുടെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. when a person step into the shoes of another, that is considered as subrogation. ഓക്കെ, അവിടെ സബ്രോഗേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കത് സബ്രോഗേഷൻ നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്രോഗേഷൻ. ഓക്കെ, നെക്സ്റ്റ് ലയബിലിറ്റി ക്ലോസ് ആണ്. വളരെ സിമ്പിൾ ലയബിലിറ്റി ആണ്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിലെ ലയബിലിറ്റി വരുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ഇപ്പം A4 എന്ന് പറഞ്ഞൊരു അതൊരു കോമൺ ആയിട്ട് എക്സാമ്പിൾ എടുക്കുന്നതാണ് നമ്മൾ A4. ഓക്കെ, അപ്പോൾ A4 എന്നൊരു കമ്പനിയിൽ ഞാൻ 5000 രൂപ ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. 2024 ഡിസംബർ. ഓക്കെ, ഇന്നാണ് നമ്മളിത് ചെയ്യുന്നത്. ഡിസംബറിൽ എന്താണ്? കമ്പനി പൂട്ടിപ്പോയി. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 5000 രൂപ കൊടുക്കുന്നു. ഇനി ഞാൻ കമ്പനിയിൽ എന്താണ്? സ്റ്റിൽ മെമ്പർ അല്ല. ഞാൻ എന്താണ്? എൻ്റെ ഷെയർസ് ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞ ഷെയർസ് ഞാൻ എക്സിന് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഓർഡർ ആരാ? എക്സ് ആണ്. ഞാൻ പിരിഞ്ഞു പോയ 8 മാസത്തിനുള്ളിൽ കമ്പനി പൂട്ടിപ്പോയി. ഇവിടെ എനിക്കും ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ സാറേ ചോദ്യം വരും, അതിന് സാറിന് ഇപ്പോൾ ഓണർഷിപ്പ് ഇല്ലല്ലോ, സാറ് ഓണർഷിപ്പ് എക്സിന് ട്രാൻസ്ഫർ ചെയ്തില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഗ്യാരണ്ടി കമ്പനിയിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. കമ്പനി അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. പിന്നെ ഇതേ കാര്യം കൂടുതലായിട്ടും സംഭവിക്കുന്നത് സെക്ഷൻ 8 ടൈപ്പ് ഓഫ് കമ്പനീസിലുമായിരിക്കും. ഓക്കെ, 8 മാസത്തിന് പൂട്ടിപ്പോയി, അതായത് ഞാൻ പിരിഞ്ഞു പോയ 1 വർഷത്തിനുള്ളിൽ കമ്പനി പൂട്ടിപ്പോയാലും ഞാൻ എത്ര പൈസ കൊടുക്കണം? 5000 രൂപ കൊടുക്കണം. അപ്പോൾ സാർ 5000 രൂപ കൊടുക്കണം? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ആര് കൊടുക്കണം? എക്സ് കൊടുക്കണം. ഇനി എക്സ് തികഞ്ഞില്ലെങ്കിൽ രണ്ടാമത് ആര് കൊടുത്താൽ മതി? ഞാൻ കൊടുത്തു. അപ്പോൾ ആദ്യമേ ആര് കൊടുക്കും? എക്സ് കൊടുക്കും. അതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ കമ്പനി ബീങ് വൂണ്ട് അപ്പ് വൈൽ ഹി ഈസ് എ മെമ്പർ, ഒന്നാമത്, ഓർ വിത്തിൻ 1 year ആഫ്റ്റർ സീസസ് ടു ബി എ മെമ്പർ. നീ പിരിഞ്ഞു പോയ 1 വർഷത്തിനുള്ളിൽ കമ്പനി ചിലർ പണി വരുമെന്ന് അറിഞ്ഞിട്ട് മെല്ലെ ഒഴിയും. ആ ഒരു സിനാരിയോയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആകുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചാലേ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, പേജ് നമ്പർ 2.36 നോട്ട് വായിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, യെസ്. ഇതൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഷെയർസ് ആണെങ്കിൽ ക്യാപിറ്റൽ ക്ലോസ് നമുക്കറിയാം, ഓത്തറൈസ്ഡ്, ഫേസ് വാല്യൂ കാര്യങ്ങളൊക്കെ. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ക്യാപിറ്റൽ ക്ലോസിനെ കുറിച്ച്. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് നോമിനി 1% കമ്പനിയിൽ മാത്രമാണ്. ഫോംസ് ഇത് ജസ്റ്റ് ഒന്ന് MCQ നോട്ട് ചെയ്ത് വെച്ചോ. MCQ ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച് വിചാരിച്ചാൽ മതി. ABCDEF മാത്രം മതി, F വേണ്ട. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. ഇത് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എന്താണ് ഷെയർസ്? ഗ്യാരണ്ടി നോ ക്യാപിറ്റൽ, ഗ്യാരണ്ടി യെസ് ക്യാപിറ്റൽ. ഓക്കെ, അൺലിമിറ്റഡ് നോ ക്യാപിറ്റൽ, അൺലിമിറ്റഡ് യെസ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ ഉണ്ട്, അതായത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്ന രീതിയിൽ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസിൽ കണ്ടൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട സംഭവം എൻട്രേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഒരു ഇൻട്രോ മാത്രമാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരത്തൊന്നുമില്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് കോൾഡ് ആസ് എൻട്രേഞ്ച്മെൻറ്റ്? ഇറ്റ് ഈസ് മോർ റെസ്ട്രിക്റ്റീവ് പ്രൊവിഷൻസ്, ഹാർഡർ ദാൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എത്ര പെർസെൻറ്റേജാ? 70%. ഇതിന് മുകളിലുള്ള ഏത് ക്രൈറ്റീരിയ, ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനിയിൽ ഒരു ഡയറക്ടറെ പിരിച്ചുവിടാൻ 80% വേണം. അതൊരു നിയമമാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻട്രേഞ്ച്മെൻറ്റ്. ഇത് 2 രീതിയിൽ ആഡ് ചെയ്യും. ഒന്ന്, നമ്മൾ എന്താണ് കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്യുമ്പോഴേ ആർട്ടിക്കിൾസിലാണ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പിന്നീടും ആഡ് ചെയ്യാം, പക്ഷേ ക്രൈറ്റീരിയ ഉണ്ട്.
ഇതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മാക്സിമം 200 പേരാണുള്ളത്. 200 പേരും എസ് എന്ന് പറഞ്ഞിരിക്കണം. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിലോ ഇത് ആഡ് ചെയ്യാൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സെയിം പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഈ സമ്മറി പറയുന്നുണ്ട്. സ്പൈസ് പ്ലസിൻ്റെ കുറച്ച് ഫോംസ്, നോട്ടീസ്, ഓക്കെ, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ആർട്ടിക്കിൾസിൻ്റെ മോഡലുണ്ട്. അതിനകത്ത് ഈ ടേബിൾ നമ്പർ എഫിനെ കുറിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ മോഡൽ ആർട്ടിക്കിൾസ് നമ്മളെല്ലാം അഡോപ്റ്റ് ചെയ്തിരിക്കണം. അതിനെക്കുറിച്ച് എന്താണ് ഒരു അഡ്വൈസ് നൽകിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഫോർമാറ്റ്, ബേസിക് ഫോർമാറ്റ് നിങ്ങൾക്ക് മാറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വന്നാൽ ഭാഗ്യം എന്ന് വിചാരിച്ചു ഡിഫറൻസ് ബിറ്റ്വീൻ. നിങ്ങൾക്ക് ഇത് കോളം വൈസും ചെയ്യാം, പാരഗ്രാഫ് വൈസും ചെയ്യാം, വിത്ത് ബേസിസ് വിത്തൗട്ട് ബേസിസ് ചെയ്യാം. കണ്ടന്റ് മെമ്മോറണ്ടത്തിൽ 5 മെയിൻ ക്ലോസസ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ 2 ക്ലോസസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾസിൽ എന്താണ് ഒരുപാട് ഇന്റർണൽ റെഗുലേഷൻസ് മാത്രമേ ഉള്ളൂ. സുപ്രമസി മെമ്മോറണ്ടമാണ്, അതിൻ്റെ താഴെയാണ് ആർട്ടിക്കിൾസ്. മെമ്മോറണ്ടം ഔട്ട്സൈഡ് റിലേഷൻഷിപ്പാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ വിത്തിൻ ആണ്. അപ്പോൾ ആർട്ടിക്കിൾസിന് നമുക്ക് എന്താണ് മെമ്മോറണ്ടത്തിനെ ബിയോണ്ട് ചെയ്താൽ വോയിഡ് ആണ്, അൾട്രാ വൈറസ് ആണ്. പക്ഷേ ആർട്ടിക്കിൾസിന് ബിയോണ്ട് ചെയ്താൽ ഒരിക്കലും അൾട്രാ വൈറസ് അല്ലെന്നല്ല, അൾട്രാ വൈറസ് ആർട്ടിക്കിൾസ് പ്ലസ് ഇൻട്രാ വൈറസ് മെമ്മോറണ്ടം എന്നൊരു കോൺസെപ്റ്റ് ആണ്. അതിനുശേഷം കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഡീംഡ് നോട്ടീസ് ആണ്. അപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഫൗണ്ടേഷനിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് ആണ്, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഡയറക്റ്റ് എൻട്രി വരികയാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു കമ്പനിയിലെ മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും പബ്ലിക് ഡോക്യുമെന്റ്സ് ആയിരിക്കും. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഇൻഡോർ മാനേജ്മെന്റിൽ സെക്ഷൻ 399 പ്രകാരം മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസ് ഒക്കെ എന്താണ്, പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ്. അതായത് എനിക്കും നിങ്ങൾക്കും എന്താണ് ആ ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പബ്ലിക് ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്, ഫൗണ്ടേഷനിലെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് കമ്പനി പറയാണ്, കമ്പനിയുമായിട്ട് ഡീലിംഗ് ചെയ്യാൻ വരുന്ന എല്ലാവരും കമ്പനിനെ കുറിച്ച് നല്ലവണ്ണം അറിഞ്ഞിട്ട് മാത്രം വന്നാൽ മതി. അപ്പോൾ നാളെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ആരും റെസ്പോൺസിബിൾ അല്ല, കമ്പനി റെസ്പോൺസിബിൾ അല്ല. ഇവിടെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് മെമ്മോറാണ്ടം പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്, ആർട്ടിക്കിൾസ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. സെക്ഷൻ 117 മുന്നോട്ട് പഠിക്കുന്നുണ്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, ചില എഗ്രിമെൻറ്റ്സ് ഉണ്ട്, ഇനോണിമസ് റെസൊല്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, എൻട്രൻച്ച്മെൻറ്റ് റെസൊല്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതെല്ലാം ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങൾക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 399 ആക്ച്വലി പാർട്ട് ഓഫ് സിലബസ് അല്ല, ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ മാത്രം നൽകിയത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലീവ് ഇട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ കോൺസെപ്റ്റ് നോക്കുക, അതിനുശേഷം എഫക്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ടു നോ ദ കണ്ടൻസ് ഓഫ് ദ ഡോക്യുമെന്റ്സ്, അണ്ടർസ്റ്റുഡ് ദം ഇൻ എ ട്രൂ പെർസ്പെക്റ്റീവ്. ഇവിടെ നോക്കുക, എങ്ങനെ മനസ്സിലാക്കണം, ഷാൽ ബി പ്രിസ്യൂംഡ് ടു നോ, പ്രിസ്യൂംഡ് അസ്യൂം ടു നോ ദ കണ്ടൻസ്. ചുമ്മാ അറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെയോ അതിൻ്റെ നമ്മളിപ്പോൾ ലോ വായിക്കുമ്പോഴേ നമ്മൾക്ക് പലതും പല രീതിയിൽ മനസ്സിലാകും. അങ്ങനെയല്ല, എങ്ങനെയാണോ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ട്രൂ പെർസ്പെക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരിക്കലും എന്താണ് ആബ്സെൻസ് ഓഫ് നോട്ടീസ്, ഞാൻ വായിച്ചില്ല, അല്ലോ കണ്ടില്ല, അയ്യോ ഞാൻ നോക്കിയില്ല, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്, റിയൽ അല്ല. കാരണം നമ്മൾ ഈ ഡോക്യുമെന്റിനെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടി നമ്മൾ ആരെ വിശ്വസിക്കുന്നത്, ഓഫീസേഴ്സിനെ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, 100 ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ അവിടുത്തെ എന്താണ് മെമ്മോറാണ്ടം ആർട്ടിക്കിൾസിൽ വായിച്ചിട്ടാണ് പോകുന്നത്? ഇല്ല, നമ്മൾ കമ്പനി എന്താണ്, ഇപ്പോൾ കമ്പനി ടാറ്റ മോട്ടോഴ്സ്, നമ്മൾ വിചാരിക്കുന്നു ടാറ്റ മോട്ടോഴ്സ് ഓട്ടോമൊബൈൽ സെക്ടർ ആണല്ലോ, അന്ന് കണ്ടിട്ടല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നാളെ ടാറ്റ മോട്ടോഴ്സ് ഇട്ടിട്ട് അവർ പച്ചക്കറി ബിസിനസ്സാണ് ചെയ്യുന്നെങ്കിലോ? അത് സാധാരണ ഒരു മനുഷ്യൻ്റെ രീതി ചിന്തിച്ച് റിയൽ സെൻസിൽ ഇത് വർക്ക് ആകില്ല. കാരണം നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സ് വായിച്ചിട്ട് ആരെ ഈ ഡോക്യുമെന്റ്സ് വായിക്കുന്നത്? 150 പേജുള്ള ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കുമോ? ഇല്ല. നമ്മളെന്താണ്, ഇന്ന കമ്പനിയാണ്, ഓക്കെ, ഇതെന്താണ് ഈ സെക്ടർ IT ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറാണ്, ഈ സെക്ടറിലാണ്, FMCG സെക്ടറിൽ വർക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലോൺ കൊടുക്കുമ്പോഴെന്താണ്, ലോൺ കൊടുക്കുമ്പോൾ മെമ്മോറാണ്ടം എല്ലാം ബാങ്ക് വായിക്കും, എന്നാലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ റിയൽ സെൻസിൽ ഇതൊരു സംഭവമൊന്നുമില്ല, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇൻഡോർ മാനേജ്മെന്റ് ആണ് നമ്മൾ തർക്കേണ്ട റൂൾ. നമ്മൾ പറയും തർക്കണം എന്ന് പറയുമ്പോൾ ലിക്വിഡേറ്റർ ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡോർ മാനേജ്മെന്റിൽ ആരെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? ഇൻഡോർ മാനേജ്മെന്റിൽ നമ്മൾ തേർഡ് പാർട്ടീസിനാണ് സംരക്ഷിക്കുന്നത്. കാരണം നമ്മൾ എന്ത് വിശ്വസിക്കുകയാണ്, ഇവിടുത്തെ ഓഫീസേഴ്സും കമ്പനി എല്ലാം വളരെ നല്ലപോലെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിലോ ഏതാണ്, റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് തർക്കണ്ട് ആണ്. നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ നല്ലപോലെ കഥ നൽകിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആണ്. 3 പാർട്ടീസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, കമ്പനി ഉണ്ട്, കമ്പനിയുടെ ലിക്വിഡേറ്റർ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ്, കമ്പനി പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം പാസ്സാക്കി എന്നാണ്. അവസാനം വൈൻഡിങ് അപ്പിൻ്റെ ലിക്വിഡേഷൻ്റെ സമയത്തായി പോകുന്നു. കമ്പനി പറഞ്ഞത് എന്താണ്,
അല്ല, തർക്കണ്ട് നമ്മൾ പറഞ്ഞു കമ്പനിയുടെ പാർട്ടിയാണ് തർക്കണ്ട് എന്ന് പറയുന്നത്. തർക്കണ്ട് ബാങ്കിനോട് പറഞ്ഞു ഈ ബോണ്ട് കൃത്യമായിട്ട് പാസ്സാക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വാട്ട് ഹാപ്പൻസ് ഇന്റേർണലി ഈസ് നോട്ട് എ മാറ്റർ ഓഫ് പബ്ലിക് നോളേജ്. കമ്പനിയുടെ ഇന്റർണൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യവും ആർക്ക് അറിയേണ്ട ആവശ്യമില്ല, പബ്ലിക്കിന് അറിയേണ്ട ആവശ്യമില്ല. പബ്ലിക്കിന് എന്താ പറഞ്ഞാൽ മതി, പേര്, ഒബ്ജക്റ്റ് ഇതെല്ലാം അറിയുന്നു. ഇതിൻ്റെ അകത്ത് എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, സി ഇന്ററിൻ്റെ കുട്ടിയാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ അവളോട് ചോദിക്കുമോ നീ സി ഇന്ററിൻ്റെ ആണോ, എത്രാമത് പ്രാവശ്യം എഴുതിയതാണ്, എവിടെയാണ് നിൻ്റെ വീട്, ഇതൊക്കെ ഞാൻ അറിയേണ്ട ആവശ്യമുണ്ടോ? അത് അവരുടെ ഇന്റർണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ അറിയേണ്ട ആവശ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ സി ഇന്ററിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അത് അറിഞ്ഞാൽ മാത്രം ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആയി നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എക്സെപ്ഷൻ ഉണ്ട്, ഇത് വളരെ കൃത്യമായിട്ട് വെക്കുക. 3 എണ്ണമാണ്. 1, ഒരു തെറ്റിനെ കുറിച്ച് നല്ലപോലെ നിങ്ങൾക്ക് അറിയാം, എന്നിട്ടും നിങ്ങൾ ആ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത കമ്പനി അല്ല റെസ്പോൺസിബിൾ, യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ. 2, എന്തോ ഒരു ഉഡായിപ്പ് മണക്കുന്നുണ്ട്, സംതിങ് ഈസ് ഫിഷിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സംശയം ക്ലിയർ ചെയ്യണം. നെക്സ്റ്റ് ഫോർജറി. ഫോർജറി എന്ന് പറയുമ്പോൾ എന്താണ്, കള്ളൊപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയാണ്, എൻ്റെ കമ്പനിയുടെ ഷെയർ കമ്പനി പോലും അറിയാതെ കമ്പനിയിലെ സെക്രട്ടറി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ മേടിച്ച നിങ്ങൾക്കും പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, മേടിച്ച നിങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, കമ്പനിയായി ഞാനും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം ഇൻഡോർ മാനേജ്മെൻറ്റിൽ കമ്പനി ആയിരിക്കും സംരക്ഷിക്കപ്പെടുക, പക്ഷെ ഫോർജറിയിലോ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കാരണം ഫോർജറി അല്ലേ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. എന്നെ കമ്പനിയുടെ ഷെയർസ് ഒരാൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, നിങ്ങൾ നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷെ അയാളുടെ സൈൻ ആരുടെയാ, ശരിക്കും ഇടേണ്ട ആളുടെ സൈൻ അല്ല, അയാൾ കള്ളൊപ്പിട്ട ട്രാൻസ്ഫർ ചെയ്ത്. അപ്പോൾ അവിടെ ആരാ ശിക്ഷിക്കപ്പെടുക, ഫോർജറി ഈസ് എ ക്രിമിനൽ ഒഫൻസ് ആണ്. അതുകൊണ്ട് ഫോർജറിക്ക് എന്ത് അപ്ലിക്കബിൾ ആകില്ല, ഫോർജറി നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻഡോർ മാനേജ്മെൻറ്റ് അപ്ലിക്കബിൾ ആകില്ല. ഓക്കെ, നെക്സ്റ്റ് ചില ഏജൻസി എക്സിസ്റ്റൻസിങ് ഉണ്ടെങ്കിൽ ഏജൻസി റൈറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രിൻസിപ്പൽ നിന്നും ഒരു അതോറിറ്റി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏജന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഏതെങ്കിലും പ്രീ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത് മാൻഡേറ്ററി ആണെങ്കിലും ഇത് അപ്ലിക്കബിൾ ആകില്ല. നെക്സ്റ്റ് എക്സെപ്ഷൻ ആണ്, ഒരിക്കലും മെമ്മോറണ്ടം ആർട്ടിക്കിൾസും ആക്ടിനെ ഓവർറൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ആക്ട് തന്നെയായിരിക്കും. ഓക്കെ, അത് ജനറൽ കോൺസെപ്റ്റ് ആണ്. ഒരിക്കലും മെമ്മോറണ്ടമോ ആർട്ടിക്കിൾസോ എനി എഗ്രിമെൻറ്റോ എനി റെസൊല്യൂഷനോ ഒരിക്കലും ദിസ് ആക്ട്, അത് 2013 ആയിക്കോട്ടെ 1956 ആയിക്കോട്ടെ, 1956 നമുക്ക് വരത്തില്ല, 2013 ആയതുകൊണ്ട് ഒരിക്കലും 2013 ആക്ടിനെ ഓവർ റൈഡ് ചെയ്ത് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എഫക്റ്റ് ആണ്. എഫക്റ്റ് 3 രീതി നോക്കുക. A, B, C. മെമ്പേഴ്സിന് കമ്പനിയോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരാൾ ബാങ്ക്രപ്റ്റ് ആകുന്ന സമയത്ത് ഡയറക്ടേഴ്സ് പറയുന്ന പൈസയിൽ ഷെയർസ് വിൽക്കും എന്ന് പറയുന്നുണ്ട്. അവസാനം ഒരാൾ ബാങ്ക്രപ്റ്റായി, അപ്പോൾ ഡയറക്ടേഴ്സ് വിൽക്കാൻ പോയപ്പോൾ അയാൾ സമ്മതിച്ചില്ല. നോ, മെമ്പേഴ്സ് ദേ ഹാവ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ കമ്പനി. അതുപോലെ കമ്പനി ടു ദ മെമ്പർ, കമ്പനി ഡിവിഡൻഡ് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം ഡയറക്ടേഴ്സ് എല്ലാം പറഞ്ഞു നമുക്ക് ഡിബെഞ്ചറി കൊടുക്കാം, ഇല്ല, മെമ്പേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. മെമ്പർ ടു മെമ്പർ ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, മെമ്പർ ടു മെമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കമ്പനിക്ക് കമ്പനിയുടെ അകത്തുള്ളവരോട് മാത്രമേ എന്തുള്ളൂ, ബന്ധങ്ങളുള്ളൂ, ഒരിക്കലും തേർഡ് പാർട്ടി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രൗണിൻ്റെ ഒരു കേസ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിങ്ങനെയാണ് പറയുന്നത്, ബ്രൗൺ എന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, ഇന്ന വർഷം വരെ അയാളെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം, ഇതാണ് കരാർ. ഈ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആരാണ്, ജസ്റ്റ് ഒരു എംപ്ലോയി ആണ്. എംപ്ലോയി എന്ന് പറയുമ്പോൾ ആരാണ്, തേർഡ് പാർട്ടിയാണ്. മെമ്പറൊക്കെയാണ് വിത്തിൻ ദ ആൾക്കാർ എന്ന് പറയുന്നത്. ഡയറക്ടേഴ്സ് ഇപ്പോഴും ജസ്റ്റ് എംപ്ലോയി മാത്രമാണ്. ഇപ്പോൾ ഡയറക്ടറിന് ഇന്ന വർഷം വരെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നൊരു കരാറൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. കാരണം കമ്പനിക്ക് തേർഡ് പാർട്ടി ആയിട്ട് ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ല. തേർഡ് പാർട്ടി ആയിട്ട് ഒരു നിയമം എന്ന് വെച്ചാൽ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യണമെന്നല്ല. കമ്പനി ഒരിക്കലും തേർഡ് പാർട്ടി ആയിട്ടല്ല കോൺട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ആൾട്ടറേഷൻ ടു മെമ്മോറാണ്ടം ആണ്. അതിൻ്റെ അകത്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. നെയിം ചേഞ്ച് INC 24 നമുക്ക് നെയിം ചേഞ്ചിൽ കൊടുക്കാം. നെയിം ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിക്കൽ ടു നിയർലി റിസംബിൾ കോൺസെപ്റ്റ് തന്നെയാണ്, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ന്യൂ നെയിം കിട്ടും. ജനറൽ ബേസിക് കോൺസെപ്റ്റ് ആണ്. നമുക്ക് ITCയുടെ കോൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ ITC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ഒന്നുമല്ല. ITC എന്നൊരു പേര് തന്നെയാണ്. നമ്മൾ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നില്ല. BSE എന്ന് പറയുമ്പോൾ BSE ലിമിറ്റഡ്, അത് തന്നെയാണ് പേര്. ഓക്കെ, റെക്ടിഫിക്കേഷൻ നെയിം ഓഫ് കമ്പനി 2 രീതിയിലുണ്ട്. ഒന്നെന്താണ് നേരത്തെ പഠിച്ച സംഭവം തന്നെയാണ്, ടു നിയർലി റിസംബിൾസ്, ഒന്നെങ്കിൽ സ്വമേധയ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ബ്രീച്ച്. ഇവിടെ ഒരു കോൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പേര് മാറ്റാൻ 3 മാസം സമയമുണ്ട്. അതേപോലെ തന്നെ ട്രേഡ് മാർക്കിനാണെങ്കിൽ പുതിയ കമ്പനി തുടങ്ങിയ
3 വർഷത്തിനുള്ളിൽ ട്രേഡ് മാർക്കിൻ്റെ ഓണർ എന്താണ് അപ്ലൈ ചെയ്തിരിക്കണം. അതിനെക്കുറിച്ച് നമുക്കറിയാം. ചേഞ്ചസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് രജിസ്ട്രാറിനെ അറിയിക്കുക വിത്തിൻ 15 ഡേയ്സ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ചേഞ്ച് ഓഫ് വൺ സ്റ്റേറ്റ് അനദർ സ്റ്റേറ്റ് ആണ്. കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ എന്താണ് റീജിയണൽ ഡയറക്ടറിനാണ് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഓഫീസ് ചേഞ്ച് ആക്കുമ്പോഴുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ മെമ്മോറണ്ടം അയച്ചു കൊടുക്കുക. കാരണം മെമ്മോറണ്ടത്തിലാണ് നമ്മൾ സിറ്റുവേഷൻ ക്ലോസ് 2ാമത്തെ ക്ലോസ് ആണ് മാറ്റുന്നത്. കുറച്ച് പ്രൊസീജിയറൽ ആസ്പെക്റ്റ് ആണ്. ജസ്റ്റ് നോക്കിയാൽ മതി. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. എന്താണ് ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണം. 60 ദിവസത്തിനുള്ളിൽ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ റീജിയണൽ ഡയറക്ടർ എന്താണ് 60 ദിവസത്തിനുള്ളിൽ അപ്ലിക്കേഷൻ സാങ്ഷൻ ആക്കുക, അല്ലെങ്കിൽ അക്സെപ്റ്റോ റിജക്റ്റോ എന്ത് തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാലേ എന്താണ് ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ട്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സഫീഷ്യൻറ്റ് പ്രൊവിഷൻ കമ്പനി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. 3 കാര്യമാണ്. ഒന്നെങ്കിൽ ആൾട്ടറേഷന് ക്രെഡിറ്റേഴ്സ് സമ്മതിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി കമ്പനിയും ക്രെഡിറ്റേഴ്സ് തമ്മിൽ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. നെക്സ്റ്റ് INC 28 നമ്മൾ എന്താണ് ഈ ഓർഡർ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ രജിസ്ട്രാർ നമ്മൾ അറിയിക്കുക. നെക്സ്റ്റ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് കമ്പനി IPO ചെയ്തൊരു 100 കോടി രൂപ റൈസ് ചെയ്തു. ഒരു 60 കോടി രൂപ കമ്പനി സ്പെൻഡ് ചെയ്തു. 40 കോടി രൂപ ബാക്കിയുണ്ട്. ഇത് തിരിച്ചു കൊടുക്കുന്നില്ല ആർക്ക്? മെമ്പേഴ്സിന്. അപ്പോൾ ഈ 40 കോടി പുതിയൊരു പ്രൊജക്റ്റിന് ആർക്ക് യൂസ് ചെയ്യാം? കമ്പനിക്ക് യൂസ് ചെയ്യാം. പക്ഷേ കമ്പനിക്ക് തന്നെ ചുമ്മാ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കേട്ടോ, വെൻ ദ കമ്പനി ഹാസ് റേസ്ഡ് മണി ഫ്രം ദ പബ്ലിക് 100 കോടി ആൻഡ് അൺയൂട്ടിലൈസ്ഡ് മണി 40 കോടി, ദേ ക്യാൻ ചേഞ്ച് ഒബ്ജക്റ്റ് ബൈ എ സ്പെഷ്യൽ റെസല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പുതിയ ഒബ്ജക്റ്റിലേക്ക് ഇടാൻ പറ്റും. പക്ഷേ ആ സ്പെഷ്യൽ റെസല്യൂഷൻ പാസ്സാക്കുന്ന മീറ്റിങ്ങിൻ്റെ നോട്ടീസിൽ എന്താണ് ചില കാര്യങ്ങൾ അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. എത്രയാണ് പൈസ റേസ് ചെയ്തത്, കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ്. ഇതൊരു പ്രൊസീജിയറൽ രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് എത്ര പൈസ നിങ്ങൾ റിസീവ് ചെയ്തു, എത്രയാണ് യൂട്ടിലൈസ്ഡ്, എത്ര ബാക്കിയുണ്ട്. ഓർഡർ വൈസ് എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. എങ്ങനെയാണ് ഒരു കമ്പനി ഒരു ഒബ്ജക്റ്റിൻ്റെ പേരും പറഞ്ഞിട്ട് പൈസ റൈസ് ചെയ്യുകയും ആ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആകുന്നേക്കാളും മുമ്പ് പൈസ കുറഞ്ഞ ചിലവിൽ എല്ലാ ഒബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്തു, ഇനിയും കുറച്ച് പൈസ ബാക്കിയുണ്ട്, അത് വേറൊരു ഒബ്ജക്റ്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആരുടെ പെർമിഷൻ ചോദിക്കുന്നു? നമ്മൾ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിൻ്റെ പെർമിഷൻ ചോദിക്കുന്നു. ഏത് റെസല്യൂഷനിലൂടെ? സ്പെഷ്യൽ റെസല്യൂഷൻ. അങ്ങനെ കുറേ കാര്യം മെൻഷൻ ചെയ്യുന്നു. ഒരു പക്ഷേ ഈ റെസല്യൂഷൻ എന്താണ് ന്യൂസ് പേപ്പർ എല്ലാം കൊടുക്കുന്നു. ഇപ്പോൾ സ്പെഷ്യൽ റെസല്യൂഷൻ എത്ര പെർസെൻറ്റേജാ? 75. എന്നാലും 25 ബാക്കിയുണ്ട്. ഇവർ പറയും ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ എന്ത് പറയും? ഇവർ വെച്ചുകൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ നമ്മൾ ടാറ്റ ബൈ ബൈ കൊടുത്ത് നമ്മൾ പറഞ്ഞു വിടും. ഓക്കെ എന്ന് വെച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതല്ല. മാന്യമായ രീതിയിൽ എന്താണ് സെബി പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്, അത് അനുസരിച്ച് എന്താണ് മാർക്കറ്റ് വാല്യൂക്ക് അനുസരിച്ച് പ്രൊമോട്ടേഴ്സും കൺട്രോളിങ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇവരെ നമ്മൾ പറഞ്ഞു വിടുന്നു. ഓക്കെ. അതിനുശേഷം ആൾട്ടറേഷൻ എന്താണ്? സ്പെഷ്യൽ റെസല്യൂഷനാണ്. നമ്മൾ ആർട്ടിക്കിൾസും ചെയ്യുന്ന അതേ രീതിയിലാണ്. കുറച്ച് പ്രൊസീജിയർ മാത്രം ജസ്റ്റ് നോക്കുക. ആൾട്ടറേഷൻ നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കുന്നു. ആൾട്ടറേഷൻ എന്താണ്? എല്ലാ കോപ്പിയിലും നമ്മൾ എന്താണ്, അതായത് ആൾട്ടറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പഴയത് എവിടെയും സബ്മിറ്റ് ചെയ്യാൻ പാടില്ല, പുതിയതേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൾട്ടറേഷൻ ആയതിനു ശേഷവും നമ്മൾ എന്താണ് പിന്നെയും പഴയത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 rupees ഫോർ എവറി കോപ്പി വരും. നെക്സ്റ്റ് രജിസ്റ്റർ ഓഫീസ് വേണം കമ്പനിക്ക്. അതിനുശേഷം വെരിഫിക്കേഷൻ ചെയ്യണം. എത്ര ദിവസത്തിനുള്ളിൽ? കമ്പനി ഇൻകോപ്പറേഷൻ ചെയ്യുക 30 ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് എന്താണ് രജിസ്റ്റർഡ് ഓഫീസിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ട്. INC 22 നമ്മളത് ചെയ്യുന്നതാണ്. അതിനുശേഷം കമ്പനി ലേബൽ ചെയ്യണം. എല്ലാ സ്ഥലത്തും കമ്പനിയുടെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം എന്താണ് അപ്രൂവൽ ഓഫ് കൺഫർമേഷൻ ഓഫ് ചേഞ്ച്, സ്പെഷ്യൽ റെസല്യൂഷൻ. ഇത് രജിസ്റ്റർഡ് ഓഫീസിന് തന്നെയാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ രജിസ്റ്റർഡ് ഓഫീസിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. അത് പഴയ ആൾക്കാരെ അറിയിക്കുക, പഴയ രജിസ്ട്രാറിനെ പുതിയ രജിസ്ട്രാറിനെ അറിയിക്കുക. അതൊരു കോൺസെപ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് നോട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു സംഭവം ഡിക്ലറേഷൻ ഫയൽ ബൈ ദ രജിസ്ട്രാർ ബൈ എ ഡയറക്ടർ. ഒരു കൺഫർമേഷൻ ഇതാണ്. ഇൻകോപ്പറേഷൻ ചെയ്ത 30 ദിവസത്തിനുള്ളിൽ എന്ത് വേണം? കമ്പനിക്കൊരു രജിസ്റ്റർഡ് ഓഫീസ് വേണം. അതേപോലെ തന്നെ ഫയൽ വിത്ത് രജിസ്ട്രാർ ഡയറക്ടർ, ഒരു ഡയറക്ടർ എന്താണ് 180 ദിവസത്തിനുള്ളിൽ കമ്പനി എന്താണ്
ഇത്ര മാത്രമേ ഉള്ളൂ. എ ഡിക്ലറേഷൻ ഈസ് ഫൈൽഡ് വിത്ത് രജിസ്ട്രാർ. ആര്? ഡയറക്ടർ. എത്ര ദിവസത്തിനുള്ളിൽ? 180 ദിവസത്തിനുള്ളിൽ. എന്താണ്? ഇപ്പോൾ ഒരു കമ്പനി A4 2 പേരുണ്ട്. 1 ലക്ഷമാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ അകത്ത് ഒരാൾ 50,000, മറ്റൊരാൾ 50,000. ഈ 50,000 എന്ന് പറയുമ്പോൾ എന്താണ്? പൈസയാണ് അല്ലേ? തരാന്നല്ല. 180 ദിവസത്തിനുള്ളിൽ ഇവരെല്ലാം ഈ പൈസ തന്നിട്ടുണ്ട് എന്ന്. അതെങ്ങനെ? കമ്പനിയുടെ ഒഫീഷ്യൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നൊരു ഡിക്ലറേഷൻ ഡയറക്ടർ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാറിന്. ഏത് ഫോമിലാണ്? INC 20A സബ്മിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. കൺവേർഷനെ കുറിച്ച് പറയുന്നു, ആൾട്ടറേഷന് കാര്യങ്ങളൊക്കെ. കൺവേർഷൻ ചെയ്താലും പഴയ ഡേറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഹോൾഡിംഗ് കമ്പനിയാണ് സബ്സിഡിയറി കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. തിരിച്ച് സബ്സിഡിയറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പിന്നെ അർത്ഥമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A കമ്പനി B കമ്പനി, A കമ്പനി 60% ഹോൾഡ് ചെയ്യുന്നു B കമ്പനി A കമ്പനിയിൽ 50% ഹോൾഡ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ അർത്ഥമില്ലല്ലോ. A കമ്പനി B കമ്പനിയുടെ ഹോൾഡിംഗ് സബ്സിഡിയറി, B ഹോൾഡിംഗ് സബ്സിഡിയറി. അതിൽ അർത്ഥമൊന്നുമില്ല. കറക്റ്റ് അല്ലേ? പക്ഷേ നോർമൽ എന്താ പറയുന്നത് കേട്ടോ, സെക്ഷൻ 19 പറയുന്നത് ഒരിക്കലും സബ്സിഡിയറി കമ്പനിക്ക്, അത് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനി ആയിക്കോട്ടെ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ആയിക്കോട്ടെ, സബ്സിഡിയറി കമ്പനിക്ക് ഹോൾഡിംഗ് കമ്പനിയിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ അൾട്ടിമേറ്റ്ലി സബ്സിഡിയറി കമ്പനി ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി. പക്ഷെ ഒരിക്കലും പറ്റത്തില്ല സാർ. പറ്റും. 3 കാര്യങ്ങളിൽ പറ്റും. ഇപ്പോൾ നമ്മുടെ A കമ്പനി B കമ്പനി, B കമ്പനിക്ക് A കമ്പനിയിൽ ഷെയർസ് ഉണ്ട്, ഒരു 5% ഷെയർസ് ഉണ്ട് എക്സാമ്പിൾ. പക്ഷേ ഈ 5% ഷെയർസ് Bയുടെ അല്ല, എയിൽ ഉണ്ടായിരുന്ന X എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ടായിരുന്നു. ഈ മെമ്പർ ഡിസീസ്ഡ് ആയപ്പോൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് B എന്നൊരു കമ്പനി A കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നു. ഇവർ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ട്? ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി ഉണ്ട്. ശരിക്കും പറയുമ്പോൾ സബ്സിഡിയറി കമ്പനിയായ B ഹോൾഡിംഗ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് B എന്ന നിലയ്ക്കല്ല, A എന്നൊരു കമ്പനിയുടെ ഇതാണ്. വേർ ദ സബ്സിഡിയറി ഈസ് കൺസേൺഡ് ആസ് എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയിലെ ഡിസീസ്ഡ് മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് പകരം A എന്നൊരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആയിരുന്നു X Bയോട് പറയാണ്, എൻ്റെ അടുത്ത് 5% ഷെയർ ഉണ്ട്, അത് നീ ഹോൾഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് വരുന്ന ഡിവിഡൻഡ് എല്ലാം പാവപ്പെട്ട CA പിള്ളേരുടെ പഠനത്തിന് വേണ്ടി നീ സ്പെൻഡ് ചെയ്യണം. ആരെ ഏൽപ്പിച്ചു? X എന്നതിനകത്ത് ആള് B എന്നൊരു കമ്പനിനെ ഏൽപ്പിച്ചു. ഇപ്പോഴും സബ്സിഡിയറി കമ്പനിക്ക് എത്ര ശതമാനം ഷെയർ ഉണ്ട്? 5% ഷെയർസ് ഉണ്ട്. ഇവിടെ 2 സ്ഥലത്തും എന്താണ്? സ്വമേധയല്ല ഇവർ ഹോൾഡ് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് ഇവർക്ക് വോട്ട് ചെയ്യാം. പക്ഷേ മൂന്നാമത് ഈ സംഭവം നടക്കുന്നത്, ഇപ്പോൾ ഈ ഹോൾഡിങ്ങും നമുക്കൊന്ന് നോക്കാം. ഈ ഹോൾഡിങ്ങും സബ്സിഡി, ഇപ്പോൾ സെയിം എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഇപ്പോൾ A4 എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. A4 എന്നൊരു കമ്പനിയിൽ BC എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട്. ഈ ഹോൾഡിങ്ങും സബ്സിഡിയും റിലേഷൻഷിപ്പ് ആയത് 2024. അത്രയും നാളും ഇവർ A4 കമ്പനി BC കമ്പനി. 2020 BC A4 ഒരു 20% ഷെയർസ് ഹോൾഡ് ചെയ്തിരുന്നു. 2024 എന്ത് ചെയ്തു? A4 BCനെ അക്വയർ ചെയ്തു. ഇപ്പോഴും 20% A4 ആരെ ഹോൾഡ് ചെയ്യുന്നത്? BC ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സബ്സിഡിയറി ഹോൾഡിംഗ് ആകുന്നേക്കാൾ മുമ്പ് ആര് മേടിച്ചതാ? BC മേടിച്ചതാ. അത് കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 20% മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ആർക്ക്? BCക്ക്. അപ്പോൾ നോക്കിക്കേ, 3 സാഹചര്യങ്ങളിൽ പറ്റും. ഒന്ന് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക്, ട്രസ്റ്റി എന്ന നിലയ്ക്ക്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹോൾഡിങ്ങും സബ്സിഡിയറി ആകുന്നേക്കാൾ മുമ്പേ സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിൽ ഷെയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. പക്ഷെ വോട്ടിംഗ് ഏതിന് മാത്രമല്ല അവിടെ ഉള്ളൂ? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്കും ട്രസ്റ്റ് എന്ന ഇല്ലെങ്കിൽ കാര്യമില്ല. കാരണം ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി കൺട്രോൾ ചെയ്യുന്നു, സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? വോട്ടിങ്ങിലാണ്. അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് പിന്നെ ട്രസ്റ്റ് എന്ന നിലയ്ക്ക് മാത്രം അധികാരമുള്ളൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന കോൺസെപ്റ്റ് ആണ് സർവീസ് ഓഫ് ഡോക്യുമെന്റ്സ്. ഇത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചാലേ. കാരണം ഇവിടെ
ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു സംഭവം ഇല്ല, നമ്മൾ ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സർവിങ് ഓഫ് ഡോക്യുമെൻറ്റ് ടു ദ കമ്പനി ഓർ ആൻ ഓഫീസർ. അപ്പോൾ കമ്പനിക്കും ഓഫീസറിനും MCA എങ്ങനെ ഡോക്യുമെൻ്റ് അയക്കും? രജിസ്റ്റേർഡ് സ്പീഡ് കൊറിയർ അല്ലെങ്കിൽ ഡയറക്റ്റ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. ഇനി രജിസ്ട്രാറിനും മെമ്പേഴ്സിനും കമ്പനി എങ്ങനെ അയക്കുന്നത്? പോസ്റ്റിലൂടെയോ രജിസ്റ്റേർഡോ സ്പീഡോ കൊറിയറോ? അപ്പോൾ സാർ എന്നെ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമുണ്ട്, സാധാ പോസ്റ്റ് ഇല്ല. അപ്പോൾ MCA അയക്കുമ്പോൾ എപ്പോഴും എങ്ങനെ അയക്കണം? രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് ഒക്കെ അയക്കണം, രജിസ്റ്റേർഡോ സ്പീഡ് പോസ്റ്റ്. പക്ഷേ കമ്പനി രജിസ്ട്രാറിനോ മെമ്പേഴ്സിന് മീറ്റിംഗ് നോട്ടീസ് അയക്കുന്നത് എങ്ങനെ അയക്കാം? സാധാ പോസ്റ്റിലോ അയക്കാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ ഒരു 2 മാർക്കിൻ്റെ MCQനൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ വരും. എങ്ങനെ വരുന്നത്? ഒരാൾ പറഞ്ഞു എനിക്ക് ഇമെയിൽ വേണ്ട, എനിക്ക് പോസ്റ്റ് അയച്ചാൽ മതി. ഓക്കെ, കമ്പനി സാധാരണ ഇമെയിൽ അയക്കുന്നത്, പക്ഷേ അയാൾ പറയും എനിക്ക് പോസ്റ്റ് അയച്ചാൽ മതി. ഓ കുഴപ്പമില്ല, പക്ഷേ ഈ പോസ്റ്റിൻ്റെ ഫീ ആര് കൊടുക്കണം? നമ്മുടെ ഈ പറഞ്ഞ മെമ്പർ കൊടുക്കണം. പക്ഷേ അവിടെ അഡ്രസ്സ് ഉണ്ടല്ലോ, കമ്പനിയിൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സിലേക്ക് കമ്പനി അയച്ചു കൊടുക്കുള്ളൂ. അല്ലാതെ ഞാൻ USA അല്ലെങ്കിൽ അമേരിക്കയിലായിരുന്നു, അവിടെ ജപ്പാനിലായിരുന്നു, നടക്കില്ല. ഓക്കെ, അത്രയും കോൺസെപ്റ്റാണ് ഇവിടെ വരിക. പിന്നെ ബാക്കി കുറച്ച് ജനറൽ ഇൻഫോർമേഷൻസ് ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ഓത്തൻറ്റിക്കേഷൻ ഒക്കെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെഷനാണ്. നമ്മൾ അടുത്ത സെഷനിൽ എന്താണ്, നമ്മൾ ഇപ്പോൾ കുറച്ച് ടൈം ലാഗ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചാപ്റ്റർ നമ്പർ 5 നമ്മൾ അടുത്ത സെഷനിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമുക്കിനി എന്താണ്, അടുത്ത ദിവസം കാണാം. അടുത്ത സെഷനിൽ ഇപ്പം നല്ലപോലെ പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും കാര്യങ്ങളിലോ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ആൻഡ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുക. നമ്മുടെ എക്സാമിനേഷന് ഫുള്ള് സപ്പോർട്ടാണ് നമ്മളിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് ഫുള്ളി അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് എന്താണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു മിനി മാരത്തൺ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മലയാളത്തിലൊക്കെ കിട്ടുന്നത് വളരെ എന്താണ് നല്ലൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം. യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ CA ഇന്റർനെറ്റ് എന്താണ് പുതിയ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.